ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. വിച്ഛിന്ന അഭിഷേകം. അന്നേരമാദിത്യനുമുദിച്ചിടിനാൻ മന്നവൻ പള്ളിക്കുറുപ്പുണർന്നീലിന്നും. എന്തൊരു മൂലമതിനെന്നു മാനസേ ചിന്തിച്ചു ചിന്തിച്ചു മന്ദമന്ദം തഥാ മന്ത്രിപ്രവരനാകുന്ന സുമന്ത്രരുമന്തഃപുരമകം പുക്കാനതിദ്രുതം. രാജീവമിത്രഗോത്രോദ്ഭൂത ഭൂപദേ രാജരാജേന്ദ്രപ്രവരാ ജയ ജയ. ഇത്തം നൃപനെ സ്തുതിച്ചു നമസ്കരിച്ചുത്ഥാനവും ചെയ്തു വന്ദിച്ചു നിന്നപ്പോൾ എത്രയും ഖിന്നനായി കണ്ണുനീരും വാർത്തു പൃഥ്വിയിൽ തന്നെ കിടക്കും നരേന്ദ്രനെ ചിത്താകുലതയാ കണ്ടു സുമന്ത്രരും സത്വരം കൈകേയി തന്നോടു ചോദിച്ചാൻ. ദേവനാരീ സമേ രാജപ്രിയതമേ ദേവി കൈകേയി ജയ ജയ സന്തതം. ഭൂലോകപാലൻ പ്രകൃതി പകരുവാൻ മൂലമെന്തോന്നു മഹാരാജവല്ലഭേ. ചൊല്ലുകെന്നോടെന്നു കേട്ടു കൈകേയിയും ചൊല്ലിനാളാശു സുമന്ത്രരോടന്നേരം. ധാത്രീപതീന്ദ്രനു നിദ്രയുണ്ടായില്ല രാത്രിയിലെന്നതു കാരണമാകയാൽ സ്വസ്ഥനല്ലാതെ ചമഞ്ഞിതു തന്നുടെ ചിത്തത്തിന് സ്വതന്ത്രത്വം ഭവിക്കയാൽ. രാമ രാമേതി രാമേതി ജപിക്കയും രാമനെ തന്നെ മനസ്സി ചിന്തിക്കയും ഉദ്യൽ പ്രജാഗര സേവയും ചെയ്കയാൽ അത്യന്തമാകുലനായിതു മന്നവൻ. രാമനെ കാണാഞ്ഞു ദുഃഖം നൃപേന്ദ്രനു രാമനെ ചെന്നു വരുത്തുക വൈകാതെ എന്നതു കേട്ടു സുമന്ത്രരും ചൊല്ലിനാൻ ചെന്നു കുമാരനെ കൊണ്ടുവരാമല്ലോ. രാജവചനമനാകർണ്യ ഞാനിഹ രാജീവലോചനെ പോകുന്നതെങ്ങനെ എന്നതു കേട്ടു ഭൂപാലനും ചൊല്ലിനാൻ ചെന്നു നീ തന്നെ വരുത്തുക രാമനെ. സുന്ദരനായൊരു രാമകുമാരനാം നന്ദനൻ തന്മുഖം വൈകാതെ കാണണം എന്നതു കേട്ടു സുമന്ത്രരുഴറിപ്പോയി ചെന്നു കൗസല്യാസുതനോടു ചൊല്ലിനാൻ. താതൻ ഭവാനയുണ്ടല്ലോ വിളിക്കുന്നു സാദരം വൈകാതെഴുന്നള്ളുക വേണം.
മന്ത്രിപ്രവരവാക്യം കേട്ടു രാഘവൻ, മന്ദേതരമവൻ തന്നോടുകൂടവേ. സൗമിത്രിയോടും കരേറി രഥോപരി, പ്രേമവിവശനാം താതൻ മരുവിടും. മന്ദിരേ ചെന്നു പിതാവിൻ പദദ്വയം വന്ദിച്ചു വീണു നമസ്കരിച്ചിടിനാൻ. രാമനെ ചെന്നെടുത്താലിംഗനം ചെയ്യുവാൻ, ഭൂമിപനാശു സമുത്ഥായ സംഭ്രമാൽ. ബാഹുക്കൾ നീട്ടിയ നേരത്തു ദുഃഖേന മോഹിച്ചു ഭൂമിയിൽ വീണിതു ഭൂപനും. രാമരാമേതി പറഞ്ഞു മോഹിച്ചൊരു ഭൂമിപനെ കണ്ടു വേഗേന രാഘവൻ. താതനെ ചെന്നെടുത്താശ്ലേഷവും ചെയ്തു സാദരം തൻ്റെ മടിയിൽ കിടത്തിനാൻ. നാരീജനങ്ങളതു കണ്ടനന്തരമാരൂഢശോകാൽ വിലാപം തുടങ്ങിനാർ. രോദനം കേട്ടു വസിഷ്ഠമുനീന്ദ്രനും ഖേദേന മന്ദിരം പുക്കിതു സത്വരം. ശ്രീരാമദേവനും ചോദിച്ചിതന്നേരം, കാരണമെന്തൊന്നു താത ദുഃഖത്തിനു നേരെ പറവിനറിഞ്ഞവരെന്നതു നേരം പറഞ്ഞിതു കേകയപുത്രിയും. കാരണം താത ദുഃഖത്തിന് നീ തന്നെ, പാരിൽ സുഖം ദുഃഖമൂലമല്ലോ നൃണാം. ചേതസി നീ നിരൂപിക്കിലെഴുതിനി താതനു ദുഃഖ നിവൃത്തി വരുത്തുവാൻ. ഭർതൃദുഃഖാപശാന്തിക്കു കിഞ്ചിൽ ത്വയാ കർത്തവ്യമായൊരു കർമ്മമെന്നായി വരും. സത്യവാദി ശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കിയിടുക നീയതു. ചിത്തഹിതം നൃപതീന്ദ്രനു നിർണയം, പുത്രരിൽ ജ്യേഷ്ഠനാകുന്നതു നീയല്ലോ. രണ്ടു വരം മമദത്തമായിട്ടുണ്ടു പണ്ടു നിൻ താതനാൽ സന്തുഷ്ടചേതസ. നിന്നാലെ സാധ്യമായുള്ളോന്നതു രണ്ടും ഇന്നു തരേണമെന്നർത്ഥിക്കയും ചെയ്തേ. നിന്നോടതു പറഞ്ഞിടുവാൻ നാണിച്ചു ഖിന്നനായി വന്നിതു താതനറിക നീ. സത്യപാശേന സംബദ്ധനാം താതനെ സത്വരം രക്ഷിപ്പതിനു യോഗ്യൻ ഭവാൻ. പുന്നാമമാകും നരകത്തിൽ നിന്നുടൻ തന്നുടെ താതനെ ത്രാടനം ചെയ്കയാൽ. പുത്രനെന്നുള്ള ശബ്ദം വിധിച്ചു ശതപത്ര സമുദ്ഭവനെന്നതറിക നീ. മാതൃവചന ശൂലാഭിഹതനായ മേദിനി ബാലകുമാരനാം രാമനും എത്രയുമേറ്റം വ്യഥിതനായി ചൊല്ലിനാൻ. ഇത്രയെല്ലാം പറയണമോ മാതാവേ, താതാർത്ഥമായിട്ടു ജീവനെ തന്നെയും മാതാവു തന്നെയും സീതയെ തന്നെയും ഞാൻ ഉപേക്ഷിപ്പനതിനില്ല സംശയം. മാനസേ ഖേദമതിനില്ലെനിക്കേതും. രാജ്യമെന്നാകിലും താതൻ നിയോഗിക്കിൽ ത്യാജ്യമെന്നാലറിക നീ മാതാവേ.
ലക്ഷ്മണൻ തന്നെ ത്യജിക്കുന്നു ചൊൽകിലും തൽക്ഷണം ഞാൻ ഉപേക്ഷിപ്പനറിക നീ. പാവകൻ തങ്കൽ പതിക്കേണമെങ്കിലുമേവം വിഷം കുടിക്കേണമെന്നാകിലും താതൻ നിയോഗിക്കിലേതുമേ സംശയം ചേതസി ചെറ്റില്ലെനിക്കെന്നറിക നീ. താതകാര്യമനാജ്ഞപ്തമെന്നാകിലും മോദേന ചെയ്യുന്ന നന്ദനനുത്തമൻ പിത്രാനിയുക്തനായിട്ടു ചെയ്യുന്നവൻ മധ്യമനായുള്ള പുത്രനറിഞ്ഞാലും ഉക്രമെന്നാകിലും ഇക്കാര്യമെന്നാലേ കർത്തവ്യമല്ലെന്നു വച്ചടങ്ങുന്നവൻ പിത്രോർമലമെന്നു ചൊല്ലുന്നു സജ്ജനമിത്തമെല്ലാം പരിജ്ഞാതം മയാധുനാ. ആകയാൽ താതനിയോഗമനുഷ്ഠിപ്പാനാകുലമേതുമെനിക്കില്ല നിർണയം. സത്യം കരോമ്യഹം സത്യം കരോമ്യഹം സത്യം മയോക്തം മറിച്ചു രണ്ടായി വരാ. രാമപ്രതിജ്ഞ കേട്ടോരു കൈകേയും രാമനോടാശു ചൊല്ലിടിനാളാദരാൽ. താതൻ നിനക്കഭിഷേകാർത്ഥമായുടനാദരാൽ സംഭരിച്ചോരു സംഭാരങ്ങൾ കൊണ്ടഭിഷേകം ഭരതനു ചെയ്യണം. രണ്ടാം വരം പിന്നെയൊന്നുണ്ടു വേണ്ടുന്നു നീ 14 സംവത്സരം കാലനേ താപസവേഷേണ വാഴുകയും വേണം. നിന്നോടതു നിയോഗിപ്പാൻ മടിയുണ്ടു മന്നവനിന്നതു ദുഃഖമാകുന്നതും. വിച്ഛിന്നം, ഛിന്നമാവുക. അഭിഷേകം ആകെ അലങ്കോലമാവുന്നു. അന്നേരം ആദിത്യനും ഉദിച്ചിടിനാൻ. അങ്ങനെ രാവിലെയായി. എന്നിട്ടും മന്നവൻ പള്ളിക്കുറുപ്പുണർന്നീലിന്നും. ഇനിയും സാധാരണ രാജാവ് എഴുന്നേറ്റ് പുറത്തേക്ക് വരുന്ന സമയമായിട്ടും രാജാവിനെ കാണുന്നില്ല. എന്തൊരു മൂലമതിനെന്നോ, ഇതെന്താണ് കാരണം എന്ന് മാനസേ ചിന്തിച്ച് ചിന്തിച്ച് മന്ദമന്ദം തഥാ ഒന്ന് മടിച്ചു. എന്തായിരിക്കാം പ്രശ്നം, എന്താണ് എന്ന് ഒന്ന് മടിച്ചിട്ടാണ് പോകുന്നത്. തഥാ മന്ത്രിപ്രവരനാകുന്ന മന്ത്രിയായിട്ടുള്ള സുമന്ത്രരും അന്തഃപുരമകം പുക്കാൻ അതിദ്രുതം. പക്ഷെ അവിടെ എത്തിയപ്പോൾ എന്തോ ആ ഒരു അവസ്ഥയ്ക്ക് എന്തോ ഇതുവരെ ഇല്ലാത്ത എന്തോ ഒരു മാറ്റമുണ്ട് എന്നൊരു തോന്നലിലാവാം പെട്ടെന്ന് അങ്ങോട്ട് അന്തഃപുരത്തിൽ കയറി. രാജാവിനെ വിളിക്കുകയാണ്. രാജീവമിത്ര ഗോത്ര ഉദ്ഭൂത. രാജീവം താമര, താമരയുടെ മിത്രം സൂര്യൻ. സൂര്യന്റെ ഗോത്രത്തിൽ ജനിച്ചവനെ, സൂര്യവംശത്തിൽ ജനിച്ച അല്ലയോ ഭൂപതേ, രാജരാജേന്ദ്രപ്രവരാജയ ജയ. രാജാവിന് സ്തുതി പാടിക്കൊണ്ട് ഇത്തം നൃപനെ സ്തുതിച്ച് നമസ്കരിച്ച് ഉത്ഥാനവും ചെയ്ത്, ആദ്യം കാൽക്കൽ തൊട്ട് വന്ദിച്ചു. അങ്ങനെ അവിടെ ഇരുന്ന് എന്നിട്ട് ഉത്ഥാനം ചെയ്തു. എഴുന്നേറ്റ് പിന്നെ വന്ദിച്ച് നിന്നപ്പോൾ എത്രയും ഖിന്നനായി കണ്ണുനീരും വാർത്ത് പൃഥ്വിയിൽ തന്നെ കിടക്കും നരേന്ദ്രനെ. വെറും നിലത്താണിപ്പോൾ രാജാവും കിടന്നിരിക്കുന്നത്. അങ്ങനെ കിടക്കുന്ന ആ രാജാവിനെ ചിത്താകുലതയാ സുമന്ത്രർക്കും ആകെ വിഷമമായി. ഇതെന്താണിത് ഇങ്ങനെ? അങ്ങനെ സുമന്ത്രരും സത്വരം കൈകേയി തന്നോട് ചോദിച്ചാൻ. അവിടെ അടുത്ത് തന്നെ കൈകേയി ഉള്ളതുകൊണ്ട് ചോദിച്ചു. ദേവനാരി സമേ, ദേവ സ്ത്രീകളുടെ അത്രയും സൗന്ദര്യമുള്ള അല്ലയോ ദേവി,
രാജപ്രിയതമേ, രാജാവിന് അത്രയും പ്രിയപ്പെട്ടവളായിരിക്കുന്ന ദേവി കൈകേയി ജയ ജയ സന്തതം, ദേവിയും ജയിച്ചാലും. ഭൂലോകപാലൻ പ്രകൃതി പകരുവാൻ, നമ്മുടെ പ്രകൃതി എന്നാൽ നമ്മുടെ ആ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു സ്വഭാവം, നമ്മുടെ പ്രകൃതം എന്ന് പറയില്ലേ അത്. അപ്പൊ അത് പകരുക എന്ന് വെച്ചാൽ അതിൽ നിന്നൊരു മാറ്റം വരിക. അപ്പൊ സാധാരണ രാജാവിന് ഉണ്ടാകുന്ന ആ ഒരു പ്രകൃതത്തിന് ഒരു മാറ്റം വന്നുവല്ലോ. അതിന് മൂലമെന്തോന്ന്, എന്താണ് കാരണം? മഹാരാജവല്ലഭേ, അല്ലയോ ദേവി പറയൂ. ചൊല്ലുകെന്നോടെന്ന് കേട്ടു കൈകേയും, എന്നോട് പറയൂ എന്ന് കേട്ടിട്ട് കൈകേയി പറയുകയാണ്. ചൊല്ലിനാളാശു സുമന്ത്രരോട് അന്നേരം. കാരണം പറയുന്നു, ധാത്രീപതി ഇന്ദ്രന്, ധാത്രീപതി ഭൂമിയുടെ പതിയായിട്ടുള്ള ഈ രാജാവിന് നിദ്രയുണ്ടായില്ല രാത്രിയിൽ എന്നതു കാരണം. രാജാവിന് ഒട്ടും ഉറക്കമുണ്ടായില്ല. മാത്രമല്ല സ്വസ്ഥനല്ലാതെ ചമഞ്ഞിതു തന്നെ ചിത്തത്തിന് അസ്വതന്ത്രത്വം ഭവിക്കയാൽ. ഇപ്പൊ നമുക്കെപ്പോഴാണ് മനസ്സിന് അസ്വതന്ത്രത്വം, ഒരു ബന്ധിക്കപ്പെട്ട പോലെ ആവുക? ചെയ്യാൻ ഇഷ്ടമില്ലാത്തത് ചെയ്തേ ഒക്കൂ എന്ന ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് ഒരു തരത്തിലും അതിൽ നിന്നൊരു പിന്മാറ്റം സാധ്യമല്ല എന്ന് വരുമ്പോൾ മനസ്സാകെ ആകുലപ്പെടും, ബന്ധനസ്ഥനായ പോലെ തോന്നും. അതാണ് സ്വസ്ഥനല്ലാതെ ആകെ ആരോ ബന്ധിച്ചതുപോലെയൊക്കെ ആയിരുന്നു രാജാവ്. ഇന്നലെ ആകെ അസ്വസ്ഥനായിരുന്നു. ഒപ്പം രാമേതി ജപിക്കുകയും രാമനെ തന്നെ മനസ്സിൽ ചിന്തിക്കുകയും, ഒപ്പം രാമനെ തന്നെയാണ് മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ച് രാമ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നിരുന്നു. ഒപ്പം ഉദ്യൽ പ്രജാകര സേവയും, ജാഗരം എന്നാൽ ഉണർന്നിരിക്കുക, പ്രജാഗരം എന്നാൽ ഉറങ്ങേണ്ട സമയത്ത് ഉണർന്നിരിക്കുക. അപ്പോൾ രാത്രിയിലാണ് സാധാരണ എല്ലാവരും ഉറങ്ങുന്നത്. ആ സമയത്ത് ഉറങ്ങാതിരിക്കുന്നതിനെയാണ് പ്രജാകര സേവ. പ്രജാകരം ആ ഉണർന്നിരിക്കുക എന്ന കാര്യം ചെയ്തുകൊണ്ട് ഉദ്യൽ, അങ്ങനെ ഇവിടെ ഉദ്യമിച്ചു. അതായത് ആ കാര്യം ചെയ്തുകൊണ്ട് ഒട്ടും ഉറങ്ങാതെയാണ് രാജാവ് ഇന്നലെ രാത്രി കഴിച്ചു കൂട്ടിയത്. ചെയ്യുകയാൽ അത്യന്തം ആകുലനായതു മന്നവൻ. അതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങീ കാണുന്നത് പോലെയൊക്കെ രാജാവ് ഇരിക്കുന്നത്. രാമനെ കാണാഞ്ഞ് ദുഃഖം നൃപേന്ദ്രന്, രാമനെ കാണാത്തതാണ് പ്രധാന ദുഃഖം. അതുകൊണ്ട് നീ ചെന്ന് രാമനെ ചെന്ന് വരുത്തുക, വൈകാതെ പോയി രാമനെ വരുത്തൂ. അപ്പൊ ഇതൊക്കെ കൈകേയിയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സുമന്ത്രർക്ക് ഒരു മടി. കാരണം രാജാവിരിക്കെ അവിടെ രാജ്ഞി പറഞ്ഞത് കേൾക്കുന്നത് എങ്ങനെ? അതാണ് സുമന്ത്രർ ചോദിക്കുകയാണ്. എന്നത് കേട്ട് സുമന്ത്രരും ചൊല്ലിനാൻ, ചെന്നു കുമാരനെ കൊണ്ടുവരാമല്ലോ, ഞാൻ കൊണ്ടുവരാം. പക്ഷേ രാജവചനം അനാകർണ്യ, രാജാവ് ആജ്ഞാപിക്കാതെ, അനാകർണ്യ പറയാതെ, ഞാനത് കേൾക്കാതെ, ഞാൻ ഇഹ രാജീവലോചനെ, താമരക്കണ്ണുള്ള അല്ലയോ സുന്ദരിയായിട്ടുള്ള രാജ്ഞി, ഞാൻ എങ്ങനെയാണ് രാജാവ് ആജ്ഞാപിക്കാതെ ഞാൻ പോവുക? ഇത് കേട്ടതും എന്നത് കേട്ട് ഭൂപാലനും ചൊല്ലിനാൻ, ചെന്നു നീ തന്നെ വരുത്തുക രാമനെ, സുന്ദരനായൊരു രാമകുമാരനാം നന്ദനൻ തന്മുഖം വൈകാതെ കാണണം. എൻ്റെ ആജ്ഞ ഇതാ, ഇനി അതില്ലാതെ പോവാതായി പോണ്ടായതാ. ഞാനും പറയുന്നു, പോയി വരുത്തൂ എൻ്റെ രാമനെ. ആ സുന്ദരമായ മുഖം എനിക്ക് എത്രയും പെട്ടെന്ന് കാണണം എന്നതു കേട്ടു സുമന്ത്രരുഴറിപ്പോയി. അപ്പൊ ഇതൊക്കെ കേട്ടപ്പോൾ സുമന്ത്രർക്ക് മനസ്സിലായി, എന്തോ അരുതാത്തതെന്തോ സംഭവിച്ചിട്ടുണ്ട്, അല്ലാതെ ഇങ്ങനെയല്ല. അതാണ് ഉഴറി, ആകെ പരിഭ്രമിച്ചുകൊണ്ട് വേഗം ചെന്ന് കൗസല്യാസുതനോട്, രാമനോട് ചൊല്ലിനാൻ, താതൻ ഭവാനയുണ്ടല്ലോ വിളിക്കുന്നു, സാദരം വൈകാതെ എഴുന്നള്ളുക വേണം. അപ്പൊ ഇത് കേട്ടപ്പോൾ രാമനും ആകെ ആകുലതയായി. കാരണം ഉഷസ്സിന് വരണം എന്ന് വസിഷ്ഠൻ നിയോഗിച്ചതനുസരിച്ച് ഇവിടെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. അങ്ങോട്ട് പോകാൻ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ അതിനു മുമ്പേ വിളിച്ചു വരുത്തണമെങ്കിൽ, മാത്രമല്ല വന്ന സുമന്ത്രരുടെ മുഖവും അത്ര പന്തിയല്ല എന്ന്
തന്നെ തോന്നിയിട്ട് അവിടെ രാഘവൻ മന്ത്രിപ്രവര വാക്യം കേട്ട്, മന്ത്രിയായിട്ടുള്ള സുമന്ത്രരുടെ വാക്യം കേട്ട് രാഘവൻ മന്ദേതരം, മന്ദ ഇതരം, ഇതരം എന്നാൽ അല്ലാത്ത, അപ്പൊ മന്ദമല്ലാതെ എന്ന് വെച്ചാൽ ശീഘ്രം, ശീഘ്രം തന്നോടുകൂടവേ സൗമിത്രിയോടും കരേറി, മന്ദേതരം അവൻ തന്നോടുകൂടവേ സൗമിത്രിയോടും കരേറി രഥോപരി, അങ്ങനെ എപ്പോ പോകുമ്പോഴും എവിടെ പോകുമ്പോഴും കൂടെ സൗമിത്രി ലക്ഷ്മണനും ഉണ്ടാകും. അങ്ങനെ രഥത്തിൽ കയറി പ്രേമവിവശനാം താതൻ മരുവിടും, തന്നെ കാണാതെ ഇങ്ങനെ പ്രേമവിവശനായിരിക്കുന്ന അച്ഛൻ ഇരിക്കുന്ന മന്ദിരേ ചെന്ന് പിതാവിൻ പദദ്വയം, ആ 2 കാലുകൾ വന്ദിച്ച് വീണ് നമസ്കരിച്ചിടിനാൻ. ചെന്ന ഉടനെ അച്ഛൻ്റെ കാലിൽ വീണ് നമസ്കരിച്ചു. ഇത് കണ്ടതും രാമനെ ചെന്നെടുത്താലിംഗനം ചെയ്യുവാൻ, രാമനെ അങ്ങനെ അങ്ങ് ആലിംഗനം ചെയ്യാൻ ഭൂമിപൻ രാജാവ് ആശു പെട്ടെന്ന് സമുദ്ധായം അവിടെ കിടന്നിരിക്കുകയായിരുന്നു. അപ്പൊ അവിടുന്ന് എഴുന്നേറ്റു. പക്ഷേ സംഭ്രമാൽ ബാഹുക്കൾ നീട്ടിയ നേരത്ത്, ആകെ പരിഭ്രമിച്ചിട്ട് മകനെ കണ്ട സന്തോഷവും ഒപ്പം തലേന്ന് രാത്രി നടന്ന സംഭവത്തിന്റെ ആ ഒരു ആകുലതയും എല്ലാം കൊണ്ടും സംഭ്രമത്താൽ രാമനെ ആലിംഗനം ചെയ്യാൻ ബാഹുക്കൾ കൈകൾ നീട്ടിയ നേരത്ത് ദുഃഖേന മോഹിച്ചു ഭൂമിയിൽ വീണിതു ഭൂപനും. ആ രാമകുമാരന്റെ മുൻപിൽ വെച്ച് തന്നെ രാജാവ് വീണ്ടും ബോധം കെട്ടു വീണു. രാമരാമേതി പറഞ്ഞു മോഹിച്ചൊരു ഭൂമിപനെ കണ്ട് വേഗേന രാഘവൻ. അപ്പോ ആ വീഴുന്ന സമയത്തും രാമ രാമ എന്ന് വിളിച്ചുകൊണ്ടാണ് അവിടെ മോഹിച്ചു വീണത്. അങ്ങനെയുള്ള ആ രാജാവിനെ കണ്ട് വേഗം പോയി രാഘവൻ താതനെ ചെന്നെടുത്താശ്ലേഷവും ചെയ്തു. അങ്ങ് ഭൂമിയിൽ പതിക്കാൻ സമ്മതിക്കാതെ അച്ഛനെ വേഗം ഇങ്ങോട്ട് കടന്ന് പിടിച്ച് ആശ്ലേഷം ചെയ്ത് സാദരം തൻ്റെ മടിയിൽ കിടത്തിനാൻ, തൻ്റെ മടിയിൽ അങ്ങനെ കിടത്തി ആശ്വസിപ്പിച്ചു. അപ്പൊ ഇവിടെ രാവിലെയായി ദാസിമാരൊക്കെ അന്തഃപുരത്തിലേക്ക് വരുന്ന സമയമാണ്. ഇതൊക്കെ കണ്ടിട്ട്, ഈ രംഗം കണ്ട് നാരീജനങ്ങൾ അതു കണ്ട് അനന്തരമാരൂഢ ശോകാൽ, ആകെ സങ്കടം. രാജാവ് ഇങ്ങനെ ഒരു അവസ്ഥയിൽ അവർ കണ്ടിട്ടേയില്ല. അങ്ങനെ സങ്കടത്തിൽ വിലാപം തുടങ്ങിനാർ. അവർ ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. രോദനം കേട്ട് വസിഷ്ഠമുനീന്ദ്രനും, ഇതൊക്കെ കണ്ടിട്ട് വസിഷ്ഠമുനിയാവട്ടെ ഖേദേന, കാരണം വസിഷ്ഠമുനിക്കും ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. മഹർഷിയും ഖേദേന, വളരെ ആകുലതയോടുകൂടി മന്ദിരം പൊക്കിതു സത്വരം, ആ രാജാവിൻ്റെ അന്തഃപുരത്തിലേക്ക് വന്നു. ആകെ ഒരു അങ്കലാപ്പ്. ഇപ്പൊ ശ്രീരാമദേവനും ചോദിച്ചിതന്നേരം, അപ്പോഴാണ് രാമൻ ചോദിക്കുന്നത്, കൈകേയി മാതാവിനോട് ചോദിക്കുകയാണ്, കാരണം എന്തൊന്ന് താത ദുഃഖത്തിന്, എന്താ അവിടെ സംഭവിക്കുന്നത്, ഒന്ന് പറയൂ. എൻ്റെ അച്ഛൻ്റെ ഇത്രയും ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ എൻ്റെ അച്ഛനെ കണ്ടിട്ടില്ല. എന്താണ് എൻ്റെ അച്ഛൻ്റെ ദുഃഖത്തിന് കാരണം? നേരെ പറയൂ. അതായത് ഇങ്ങനെ വളച്ചു കെട്ടി അത് പിന്നെ ഇങ്ങനെയൊന്നും പറയാതെ ഒന്ന് വേഗം നേരെ പറവിനറിഞ്ഞവരെന്നത് നേരം, എന്നാലല്ലേ എനിക്കറിയാൻ പറ്റുള്ളൂ, അതുകൊണ്ടൊന്ന് വേഗം പറയൂ എന്ന് പറഞ്ഞിതു. ആ നേരം പറഞ്ഞിതു കേകയപുത്രിയും. ഇങ്ങനെ രാമൻ പറഞ്ഞപ്പോൾ കൈകേയി പറഞ്ഞു, കാരണം താത ദുഃഖത്തിന് നീ തന്നെ, നീയാണ് കാരണം. നേരെ പറയാൻ പറഞ്ഞു, നേരെ പറഞ്ഞു. അച്ഛൻ്റെ ദുഃഖത്തിന് ഇപ്പോൾ കാരണം നീ തന്നെയാണ്. ഇനി അതിനൊരു ലോകതത്വം, ഇത് കൈകേയി പറഞ്ഞതാവണമെന്നില്ല, ഇത് എഴുത്തച്ഛൻ നമ്മളോട് പറയുന്നതാണ്. പാരിൽ സുഖം ദുഃഖമൂലമല്ലോ നൃണാം. എന്തൊന്നാണോ നമുക്ക് ഏറ്റവും സുഖമായിട്ട് ഈ ലോകത്തിരുന്നത്, അത് തന്നെയാണ് പിന്നീട് ദുഃഖമൂലമാകുന്നത്, ദുഃഖത്തിന് കാരണമാകുന്നത്. ഇതൊരു ലോക സത്യമാണ്. അത് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. വളരെ സന്തോഷകരമായിട്ടുള്ള കുടുംബജീവിതം, ഭർത്താവ് എന്തിനും ഏതിനും കൂടെ നിൽക്കുന്ന ഭർത്താവ്, ഭാര്യ ഒന്നും അറിയണ്ട, എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ചെയ്തു കൊടുത്ത് അത്രയും സ്നേഹ സമ്പന്നനായൊരു ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ
ഒരു ഭാര്യ ചിന്തിക്കും, ഞാനാണ് ഈ ലോകത്തിൽ ഏറ്റവും വലിയ ഭാഗ്യവതി. ഇത് നേരെ തിരിച്ചും. തൻ്റെ മനസ്സറിഞ്ഞ് തൻ്റെ വലങ്കൈയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഭാര്യ ഉണ്ടെങ്കിൽ ആ ഭർത്താവും ചിന്തിക്കും, ഞാനാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ. എന്നാൽ ഈ സുഖം തന്നെയാണ് പിന്നീട് അവരുടെ ദുഃഖത്തിനും കാരണമാവുക. കാരണം ഭർത്താവ് നഷ്ടപ്പെടുമ്പോൾ പിന്നെ ഈ ഭാര്യയെ സംബന്ധിച്ച് ആകെ ഒരു ശൂന്യതയാണ്. അതുവരെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടായിരുന്നു. രാവിലെ എഴുന്നേൽക്കുന്നതും ഒക്കെ ഭർത്താവിന് വേണ്ടി ഭക്ഷണം പാകം ചെയ്യാനും ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കാനും. ഭർത്താവ് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ശൂന്യതയാണ്. അപ്പൊ അതുവരെ ആ ഭർത്താവ് എന്ന ലോകത്ത് ജീവിച്ച ആ സ്ത്രീക്ക്, ആ ഭാര്യക്ക് പിന്നീട് ഈ സാധാരണ ലോകം ആകെ അസ്വസ്ഥതയെ ഉണ്ടാക്കും. കുറച്ച് കാലമെടുക്കും ഇങ്ങോട്ട് ആ ഒരു സാധാരണ രീതിയിലേക്ക് വരാൻ. എന്നാൽ പോലും ഓരോ സന്ദർഭവും ഭർത്താവിൻ്റെ ഓർമ്മകൾ വരുന്ന സന്ദർഭങ്ങളൊക്കെ തന്നെ ആ ഭാര്യയെ അത്രയധികം ദുഃഖിപ്പിക്കും. ഇതേപോലെ തന്നെയാണ് തിരിച്ച്. പൊതുവെ പലപ്പോഴും പറയും, ഈ ഭർത്താക്കന്മാർക്കാണ് ദുഃഖം കൂടുക. പ്രത്യേകിച്ച് ഭാര്യമാരെ അത്രയധികം ആശ്രയിച്ചാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ഭാര്യമാരുടെ അഭാവം, വിയോഗം അത്രയധികം ഭർത്താക്കന്മാരെ ദുഃഖിപ്പിക്കും. കാരണം മനസ്സറിഞ്ഞാണ് ഭാര്യ പെരുമാറുന്നതെങ്കിൽ അങ്ങനെ മനസ്സറിയാൻ ഒരു മക്കൾക്കും സാധിക്കില്ല. അതുവരെ ഏത് കാര്യവും ഭാര്യ കണ്ടറിഞ്ഞ് ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ മക്കളെയൊന്നും ആശ്രയിക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെയുള്ള ആളുകൾ ഭാര്യമാരുടെ വിയോഗത്താൽ അത്രയധികം ദുഃഖം അനുഭവിക്കും. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് പറയുന്നത് ഭഗവത്ഗീതയിൽ ഒന്നിനോടും ആസക്തി പാടില്ല. കാരണം ഇവിടെ ഒന്നും ശാശ്വതമല്ല. ഇത് മക്കളുടെ കാര്യത്തിലും, മക്കളാണ് എൻ്റെ ജീവിതം, മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പറയുന്ന എത്രയോ രക്ഷിതാക്കളുണ്ട്. അവസാനം അവർ കാരണം തന്നെ ദുഃഖിക്കുകയും ചെയ്യും. അത് പല വിധത്തിലുമാകാം. മക്കളാൽ ഉപേക്ഷിക്കപ്പെടുന്നവരുണ്ട്. ഇനി അല്ലെങ്കിൽ അവരുടെ ആ ഒരു താന്തോന്നിത്തം അതുകൊണ്ട് ജീവിതത്തിൽ കഷ്ടതകൾ അനുഭവിക്കുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട്. ഇനി മക്കൾക്ക് സ്നേഹമാണ്, പക്ഷേ അവരെ വേണ്ടപ്പോൾ കാണാൻ സാധിക്കുന്നില്ല, അങ്ങനെയുള്ള ദുഃഖം. ഇങ്ങനെ പല വിധത്തിലും ഒരിക്കൽ നമുക്ക് സുഖമായിട്ടിരുന്ന പലതും പിന്നീട് ദുഃഖത്തിന് കാരണമായി തീരാറുണ്ട്. അപ്പോൾ വിവേകത്തോടെ ഇത്തരം കാര്യങ്ങൾ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് ഒന്നും ശാശ്വതമല്ല എന്ന ചിന്തയോടുകൂടെ ഈ ഭൂമിയിൽ ജീവിക്കണം. അതാണ് വിവേകം. അപ്പൊ ഇവിടെ ദശരഥ മഹാരാജാവിനെ സംബന്ധിച്ച് പുത്രന്മാരുണ്ടായതിനു ശേഷം ശ്രീരാമചന്ദ്രനായിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാം. രാമന്റെ ആ ഒരു ഗുണഗണങ്ങളിൽ അങ്ങനെ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ശ്രീരാമചന്ദ്രനെ കാണുന്നത് തന്നെ ആനന്ദം, എത്രയൊക്കെ കണ്ടാലും മതിവരാത്ത ആനന്ദം. അങ്ങനെ സന്തോഷിച്ച് ഇപ്പോഴിതാ രാമനെ രാജാവായി അഭിഷേകം ചെയ്യാൻ ഒരുങ്ങിയതിൻ്റെ ആ ഒരു ആഹ്ലാദം അതങ്ങോട്ട് അത്യധികമായിരുന്നു. എന്നാൽ അതൊക്കെ ഒരു ദിവസം കൊണ്ട് തകർന്ന് തരിപ്പണമായിപ്പോയി. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് സുഖം ദുഃഖത്തിന് കാരണമായി തീരുന്നു. ഇനി കൈകേയി പറയുകയാണ്, ചേതസി നീ നിരൂപിക്കിൽ എളുതിനി താതന് ദുഃഖ നിവൃത്തി വരുത്തുവാൻ. നീയാണ് കാരണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നീ ചേതസി നിരൂപിച്ചാൽ, നീ മനസ്സു വെച്ചാൽ എളുപ്പമാണ് താതന് ദുഃഖ നിവൃത്തി വരുത്തുവാൻ. എന്നിട്ട് പറയുന്നു, ഭർതൃദുഃഖ അപശാന്തിക്ക്, എൻ്റെ ഭർത്താവായിട്ടുള്ള രാജാവിൻ്റെ ഈ ദുഃഖത്തിൻ്റെ ആ ഒരു ശാന്തി വരാൻ, ദുഃഖത്തിൽ നിന്നുള്ള ശാന്തി വരാൻ കിഞ്ചിത് ത്വയ, കുറച്ച് നിന്നാൽ കർത്തവ്യമായൊരു, കർത്തവ്യം എന്നാൽ എന്തായാലും ചെയ്യേണ്ടത്, അങ്ങനെ ഒരു കാര്യം കർമ്മം എന്നായി വരും. നീ അത് ചെയ്യുകയാണെങ്കിൽ, കർമ്മം എന്നാൽ ചെയ്യുക, കർത്തവ്യം തീർച്ചയായും ചെയ്തിരിക്കേണ്ട ഒരു കാര്യം നീ ചെയ്യുകയാണെങ്കിൽ ഈ അച്ഛൻ്റെ ദുഃഖം ഇല്ലാണ്ടാകും. ഒപ്പം സത്യവാദി ശ്രേഷ്ഠനായ പിതാവിനെ,
അച്ഛൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു ആശങ്കയ്ക്ക് പ്രധാന കാരണം അദ്ദേഹം ഒരു സത്യവാദി എന്നതാണ്. അതുകൊണ്ട് ആ അച്ഛൻ്റെ സത്യപ്രതിജ്ഞ അത് ഫലത്തിൽ വരുത്തിയാൽ അച്ഛനെ സത്യപ്രതിജ്ഞനാക്കിയിടുക നീ അത്. അപ്പൊ അച്ഛൻ്റെ സത്യവാഗ്ദാനം നീ പാലിച്ചാൽ മതി. അപ്പോഴാരായി? അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ പാലിക്കുന്നവനായി തീരും. ചിത്തഹിതം നൃപതീന്ദ്രന് നിർണയം. അപ്പോ ആ അച്ഛൻ്റെ ചിത്തത്തിന് ഹിതമായിട്ടുള്ള കാര്യം ചെയ്യുന്നവനായി നീ സ്വയം സന്നദ്ധനായാൽ അത് നിന്നോടെങ്ങനെ പറയും എന്നതൊക്കെയാണ് ഇപ്പോൾ അച്ഛൻ്റെ സങ്കടം. അപ്പൊ നീ തന്നെ അതിനൊരു പരിഹാരമായിട്ട് തയ്യാറാണ് എന്ന് പറഞ്ഞാൽ തീരുന്നു, എല്ലാ പ്രശ്നവും തീർന്നു. അതുകൊണ്ടാണ് നീ അച്ഛൻ്റെ മനസ്സറിഞ്ഞ് പെരുമാറിയാൽ നൃപതീന്ദ്രന് ആ സത്യപ്രതിജ്ഞ അതുപോലെ പാലിക്കുകയും ചെയ്യാം. അതോടെ ആ അച്ഛൻ്റെ രാജാവിൻ്റെ ദുഃഖം ഇല്ലാതാവുകയും ചെയ്യും. ഒപ്പം പറയുകയാണ്, പുത്രരിൽ ജ്യേഷ്ഠനാകുന്നത് നീയല്ലോ, അതുകൊണ്ട് നിനക്ക് ഉത്തരവാദിത്വം കൂടുതലാണ്. ഇനി കാര്യം പറയുന്നു, 2 വരം മമ ദത്തമായിട്ടുണ്ട് പണ്ട് നിൻ താതനാൽ സന്തുഷ്ടചേതസ. അങ്ങനെ ദേഷ്യം പിടിച്ചൊന്നും തന്നതല്ല, വളരെ സന്തുഷ്ടനായിട്ട് എനിക്ക് 2 വരം തന്നിരുന്നു. നിന്നാലെ സാധ്യമായുള്ളോന്നത് രണ്ടും, നിനക്ക് നീ മനസ്സ് വെച്ചാൽ ഇത് 2ഉം സാധ്യമാണ് എന്ന് തരേണമെന്നർത്ഥിക്കുകയും ചെയ്തേൻ. ഞാൻ അത്രേ ചെയ്തിട്ടുള്ളൂ. നിനക്ക് വളരെ എളുപ്പത്തിൽ നിന്നെ കൊണ്ട് സാധിക്കുന്ന ആ 2 വരങ്ങൾ എനിക്ക് തരണം എന്ന് ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. എന്നാൽ നിന്നോടത് പറഞ്ഞിടുവാൻ നാണിച്ച് ഖിന്നനായി വന്നിതു താതനറിയുക നീ. പക്ഷേ എന്താണെന്നറിയില്ല, നിന്നോടത് പറയാൻ രാജാവിന് സാധിക്കുന്നില്ല. വേറെ പ്രശ്നമൊന്നുമില്ല, അത്രേ ഉള്ളൂ. സത്യപാശേന സംബന്ധനാം താതനെ, കാരണം ആ സത്യം പാലിക്കണം, അപ്പോൾ രാമനെ പിരിയണം. എന്നാൽ സത്യം പാലിക്കാതിരുന്നാൽ സത്യലംഘനം ചെയ്തു എന്നതിൻ്റെ കുറ്റബോധം. ഇങ്ങനെ ആ സത്യപാലനം എന്നത് ഒരു കയറായി വന്നിരിക്കുകയാണ്, ഒരു ബന്ധനമായിരിക്കുകയാണ് രാജാവിന്. ആ സത്യപാശം കൊണ്ട് സംബദ്ധനായിട്ടുള്ള രാജാവിനെ, നിന്റെ അച്ഛനെ സത്വരം രക്ഷിപ്പതിന് യോഗ്യൻ, അത് യോഗ്യൻ എന്നാൽ നിനക്ക് അതിന് സാധിക്കും, അങ്ങനെയുള്ളവനാണ് ഭവാൻ. ഇനി ശ്രീരാമചന്ദ്രനെ പലതും ഇങ്ങനെ ബോധിപ്പിക്കുകയാണ്. എന്ത് വന്നാലും നീ ഇത് ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. പുന്നാമമാകും, പുത്ത് എന്ന് പേരുള്ള ഒരു നരകമുണ്ട്. ആ നരകത്തിൽ പോവാതിരിക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്നത് ആൺമക്കൾ ഉണ്ടാവുക എന്നതാണത്രേ. അതാണ് പറയുന്നത്. പുത്ത് നാമം എന്നത് ഒരുമിച്ച് പറയുന്നത് കൊണ്ടാണ് പുന്നാമം. പുന്നാമമാകും നരകത്തിൽ നിന്നുടൻ തന്നുടെ താതനെ, തൻ്റെ അച്ഛനെ, ഏതൊരു മകൻ ജനിച്ചാലാണോ തൻ്റെ അച്ഛൻ ആ നരകത്തിൽ പോകാതിരിക്കുന്നത്, അങ്ങനെ തൻ്റെ ജനനത്തിലൂടെ തൻ്റെ താതനെ ആ നരകത്തിൽ പോകുന്നതിൽ നിന്ന് ത്രാണനം ചെയ്യുന്നു. അപ്പോ പുത്ത് എന്ന നരകത്തിൽ പോകാതെ താതനെ ത്രാണനം ചെയ്യുന്നവൻ ആരോ, അവൻ പുത്രൻ. അതാണ് ആ വാക്കിന്റെ വ്യുൽപ്പത്തി. അപ്പോൾ ഇങ്ങനെ അച്ഛനെ ത്രാണനം ചെയ്യുകയാൽ പുത്രൻ എന്നുള്ള ശബ്ദം വിധിച്ചു. ഇത് ഓരോന്നിനും ഇന്ന ശബ്ദം എന്ന് വിധിച്ചത് ഇവിടുത്തെ സൃഷ്ടികർത്താവായിട്ടുള്ള ശതപത്ര സമുദ്ഭവനാണ്. ശതപത്രം 1000 ഇതളുള്ള ആ താമരയിൽ നിന്ന് സമുദ്ഭവം ഉണ്ടായ ബ്രഹ്മാവാണ് എന്നതറിയുക നീ. അതൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് കൈകേയി. അപ്പോൾ പുത്രൻ എന്നതിൻ്റെ അർത്ഥമൊക്കെ അറിയാലോ നിനക്ക്. അപ്പോൾ നിനക്ക്, അതായത് പുത്രന്മാർക്ക് അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ കാര്യത്തിൽ കൂടുതൽ ഉത്തരവാദിത്വം ഉണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇങ്ങനെയൊക്കെ മാതൃവചന ശൂല അഭിഹതൻ, ഒരു ശൂലമെടുത്ത് കുത്തി കയറ്റിയതുപോലെ അങ്ങനെ ഒരു വേദനയാണ് രാമന് തോന്നിയത്. അങ്ങനെ മേദിനീപാലകുമാരൻ, മേദിനീപാലൻ രാജാവിൻ്റെ മകനായിട്ടുള്ള രാജകുമാരനായിട്ടുള്ള രാമനും എത്രയുമേറ്റം വ്യഥിതനായി ചൊല്ലിന, സങ്കടത്തോടെ അമ്മയോട് ചോദിക്കുകയാണ്, ഇത്രയെല്ലാം പറയണമോ മാതാവേ? ഇങ്ങനെയൊക്കെ വളർത്തി
അടച്ച് കെട്ടിപ്പറയണമോ? എന്നെ അറിയില്ലേ അമ്മയ്ക്ക്? താതാർത്ഥമായിട്ട് ജീവനെ തന്നെയും, എൻ്റെ അച്ഛനു വേണ്ടി എൻ്റെ ജീവനെ തന്നെയും, ഇനി മാതാവ് തന്നെയും എൻ്റെ അമ്മയെ തന്നെയും, എന്തിന് എൻ്റെ പ്രാണസമയായ സീതയെ തന്നെയും ഞാൻ ഉപേക്ഷിപ്പൻ, അതിനില്ല സംശയം. മാനസേ ഖേദം അതിനിൽ എനിക്കേതും. ഇതൊന്നും വിഷമിച്ചുകൊണ്ടായിരിക്കില്ല, അച്ഛന് വേണ്ടിയിട്ടാണെങ്കിൽ ഇവരെയൊക്കെ ഞാൻ ഉപേക്ഷിക്കും, ഒരു വിഷമവും കൂടാതെ. ഇനി രാജ്യമെന്നാകിലും, ഇപ്പൊ അതാണല്ലോ ഇവിടുത്തെ വിഷയം. അപ്പോ ഈ രാജ്യം ത്യജിക്കണമോ? താതൻ നിയോഗിക്കിൽ. അച്ഛൻ പറയുകയാണെങ്കിൽ ത്യാജ്യം, ഞാൻ പുല്ലുപോലെ അതിനെ ഉപേക്ഷിക്കും. എന്നാൽ അത് ഉപേക്ഷിക്കപ്പെടും എന്നറിയുക നീ മാതാവേ. ഇനി എൻ്റെ കൂടെ എൻ്റെ ബാഹ്യപ്രാണനാണ് ലക്ഷ്മണൻ എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ലക്ഷ്മണൻ തന്നെ ത്യജിക്കെന്ന് ചൊല്ലിലും ലക്ഷ്മണനെ ത്യജിക്കണോ? തൽക്ഷണം ഞാൻ ഉപേക്ഷിപ്പനറിയുക നീ, അതും ഞാൻ ചെയ്യാം. ഇനി പാവകൻ തങ്കൽ അഗ്നിയിൽ പതിക്കേണമെങ്കിലും ഞാൻ അഗ്നിയിൽ ചാടണോ? ഇനിയല്ല, ഏവം വിഷം കുടിക്കണമെന്നാകിലും, ഒരു പക്ഷേ വിഷം കുടിക്കണം എന്ന് അച്ഛൻ പറയുകയാണെങ്കിൽ താതൻ നിയോഗിക്കിലേതുമേ സംശയം ചേതസി ചെറ്റില്ല, അതിനൊരു മടിയും എനിക്കില്ലെന്നറിയുക നീ. ഇനി ഒരു ലോകതത്വം പറയുകയാണ്. താതകാര്യം അനാജ്ഞപ്തൻ. അനാജ്ഞ എന്നാൽ ആജ്ഞാപിക്കാതെ കണ്ടറിഞ്ഞ് ആപ്തം, അതറിഞ്ഞു രാജാവ് അല്ലെങ്കിൽ അച്ഛൻ മനസ്സിൽ എന്തോ ഒന്ന് കാര്യം നിരൂപിച്ചിട്ടുണ്ട് എന്ന് അറിയുന്ന ഒരു മകൻ, അച്ഛൻ പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേ അത് അറിഞ്ഞുകൊണ്ട് മോദേന ചെയ്യുന്ന, വളരെ സന്തോഷത്തോടെ ഏതു മകൻ ചെയ്യുന്നുവോ ആ നന്ദനൻ, ആ പുത്രനാണ് ഉത്തമൻ. ഇനി പിത്രാ നിയുക്തനായിട്ട്, ഇനി അച്ഛൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ചെയ്യുന്നവൻ മധ്യമനായുള്ള പുത്രൻ. പറഞ്ഞിട്ട് സന്തോഷത്തോടെ ആണെങ്കിൽ പോലും അത് ചെയ്താലും അവൻ മധ്യമനേ ആകുന്നുള്ളൂ. അത്രയധികം അച്ഛനെ അടുത്തറിയണം മക്കൾ എന്നാണ് പറയുന്നത്. ഇനിയോ ഉക്തമെന്നാകിലും, ഇനി അച്ഛൻ പറഞ്ഞു, എന്നിട്ടും ഇക്കാര്യം, അച്ഛൻ പറഞ്ഞ കാര്യം എന്നാലേ കർത്തവ്യമല്ല, ഇതൊന്നും എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല, ഞാൻ ഇതൊന്നും ചെയ്യാൻ പോകുന്നില്ല, കർത്തവ്യമല്ലെന്ന് വച്ചടങ്ങുന്നവൻ, എന്ന് അത്രയും നിസ്സാരമായി തള്ളിക്കളയുന്നവൻ പിത്രോർ മലം, ആ അച്ഛൻ്റെ മലത്തിന് തുല്യമാണ്, അത്രയും നികൃഷ്ടനാണ് അവൻ. ചൊല്ലുന്നു സജ്ജനം, ഇങ്ങനെയൊക്കെ സജ്ജനങ്ങൾ അറിവുള്ളവർ പറയുന്നു, ഇത്തമെല്ലാം ഇങ്ങനെയൊക്കെ പറയുന്നു എന്നത് പരിജ്ഞാതം, ഞാൻ മുമ്പ് അറിഞ്ഞിട്ടുണ്ട്, മയാ അധുന, അതായത് ഞാൻ പഠിച്ച സമയത്ത് ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ട് എന്ന് രാമൻ പറയുകയാണ്. അപ്പോൾ ഞാൻ ഉത്തമനായ മകനായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് എൻ്റെ അച്ഛൻ എന്താണോ മനസ്സിൽ നിരൂപിക്കുന്നത്, ഇനി ഒരു പക്ഷേ അച്ഛൻ ആജ്ഞാപിച്ചില്ലെങ്കിൽ പോലും ഞാനത് ചെയ്തിരിക്കും. ആകയാൽ താത നിയോഗമനുഷ്ഠിപ്പാൻ ആകുലമേതും എനിക്കില്ല നിർണയം, ഒരു വിഷമവുമില്ല, അച്ഛൻ എന്ത് തന്നെ പറയട്ടെ. സത്യം കരോമ്യഹം സത്യം കരോമ്യഹം സത്യം മയോക്തം, മറിച്ച് രണ്ടായി വരാ, ഇതാ സത്യം ചെയ്യുന്നു, അങ്ങനെ സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, ഇത് സത്യം സത്യം സത്യം, എൻ്റെ ഈ സത്യം രണ്ടായി വരാ, മറ്റൊന്നാകില്ല, ഇനി ഇതിൽ നിന്നൊരു ഇളക്കമില്ല. രാമപ്രതിജ്ഞ കേട്ടോരു കൈകേയും. ഇത് കേട്ടപ്പോ കൈകേയിക്ക് ആശ്വാസമായി. രാമനോട് ചൊല്ലിയിടിനാൾ ആദരാൽ, താതൻ നിനക്ക് അഭിഷേകാർത്ഥമായുടൻ ആദരാൽ സംഭരിച്ചോരു, നിന്റെ അഭിഷേകത്തിനായിട്ട് രാജാവ് വേണ്ടതൊക്കെ ഇവിടെ സ്വരൂകൂട്ടിയിട്ടുണ്ട്, അതാണ് ആദരാൽ സംഭരിച്ചോരു സംഭാരങ്ങൾ. ആ കാര്യങ്ങളൊക്കെ കൊണ്ട്, സംഭാരങ്ങൾ കൊണ്ട് അഭിഷേകം ഭരതന് ചെയ്യണം. മാത്രമല്ല രണ്ടാം വരം പിന്നെ ഒന്നുണ്ട് വേണ്ടുന്നു, നീ 14 സംവത്സരം കാനനെ താപസവേഷേണ.
ആ ഒരു സന്യാസിയുടെ വേഷത്തിൽ തന്നെ വാഴുകയും വേണം. നിന്നോടത് നിയോഗിപ്പാൻ, പക്ഷെ നിന്നോടിത് പറയാൻ മടിയുണ്ട് മന്നവന് ഇന്നത് ദുഃഖമാകുന്നതും. ഇതാണ് രാജാവിൻ്റെ ദുഃഖം. നിന്നോടിത് എങ്ങനെ പറയും എന്നതാണ് രാജാവിൻ്റെ ദുഃഖം. അപ്പോൾ നീ ഇപ്പോൾ പറഞ്ഞല്ലോ, രാജാവ് നിരൂപിച്ചാൽ നീ അത് ചെയ്യുമെന്ന്. അതായത് അച്ഛൻ നിരൂപിച്ചാൽ ഒരു പുത്രൻ എന്ന നിലയിൽ ഞാനത് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. ഞാനിതാ പറഞ്ഞിരിക്കുന്നു. ഇതാണ് രാജാവിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു വിഷമസന്ധി. രാജാവ് എനിക്ക് സത്യം ചെയ്തു തന്നതാണ്, ഇത് നിന്നോട് പറയുക എന്നതാണ് ഇപ്പോഴത്തെ രാജാവിൻ്റെ ഒരു വിഷമം. ഇത്രയേ ഉള്ളൂ എന്ന് കൈകേയി വളരെ നിസ്സാരമായിട്ടാണ് ശ്രീരാമചന്ദ്രനോട് പറയുന്നത്. എന്നതു കേട്ടു ശ്രീരാമനും ചൊല്ലിനാർ, ഇന്നതിനെന്തൊരു വൈഷമ്യമായതും. ചെയ്കഭിഷേകം ഭരതനു ഞാനിനി വൈകാതെ പോവൻ വനത്തിനു മാതാവേ. എന്തതെങ്ങോടു ചൊല്ലാഞ്ഞു പിതാവതു ചിന്തിച്ചു ദുഃഖിപ്പതിനെന്തു കാരണം. രാജ്യത്തെ രക്ഷിപ്പതിന്നു മതിയവൻ, രാജ്യമുപേക്ഷിപ്പതിന്നു ഞാനും മതി. ദണ്ഡമത്രേ രാജ്യഭാരം വഹിപ്പതു, ദണ്ഡകവാസത്തിനേറ്റമെളുതല്ലോ. സ്നേഹമെന്നെ കുറിച്ചേറും അമ്മയ്ക്കുമിദ്ദേഹമാത്രം ഭരിക്കുന്നു വിധിക്കയാൽ. ആകാശഗംഗയെ പാതാളലോകത്തു വേഗേന കൊണ്ടു ചെന്നാക്കി ഭഗീരഥൻ. തൃപ്തി വരുത്തി പിതൃക്കൾക്ക് പൂർവവും തൃപ്തനാക്കിയിടിനാൻ. താതനു തന്നുടെ യൗവനം നൽകി ജരാനരയും വാങ്ങി. ദിവ്യന്മാരായാർ പിതൃപ്രസാദത്തിനാൽ. അല്പമായുള്ളൊരു കാര്യം നിരൂപിച്ചു മൽപിതാ ദുഃഖിപ്പതിനില്ലവകാശം. രാഘവവാക്യമേവം കേട്ടു ഭൂപതി, ശോകേന നന്ദനൻ തന്നോടു ചൊല്ലിനാൻ. സ്ത്രീജിതനായതികാമുകനായൊരു രാജാധമനാകുമെന്നെയും വൈകാതെ പാശേന ബന്ധിച്ചു രാജ്യം ഗ്രഹിക്കതി. ദോഷം നിനക്കതിനേതുമകപ്പെടാ. അല്ലാകിലെങ്ങോടു സത്യദോഷം പറ്റുമല്ലോ കുമാര ഗുണാംബുധേ രാഘവ. പൃഥ്വീപതീന്ദ്രൻ ദശരഥനും പുനരിദ്ധം പറഞ്ഞു കരഞ്ഞു തുടങ്ങിനാൻ. ഹാ രാമ ഹാ ജഗന്നാഥ, ഹാ രാമ ഹാ രാമ ഹാ മമ പ്രാണവല്ലഭ. നിന്നെ പിരിഞ്ഞു പൊറുക്കുന്നതെങ്ങനെ, എന്നെ പിരിഞ്ഞു നീ ഘോരമഹാവനം തന്നിൽ ഗമിക്കുന്നതെങ്ങനെ നന്ദന. എന്നിത്തരം പല ജാതി പറകയും കണ്ണുനീരാലോലവാർത്തു കരകയും. നന്നായി മുറുകെ മുറുകെ തഴുകയും പിന്നെ ചുടുചുടെ ദീർഘമായി വീർക്കയും. ഖിന്നനായോരു പിതാവിനെ കണ്ടുടൻ തന്നുടെ കൈയാൽ കുളിർത്ത ജലം കൊണ്ടു
കണ്ണും മുഖവും തുടച്ചു രഘുത്തമൻ. ആശ്ലേഷ നീതി വാഗ്വൈഭവാദ്യങ്ങളാൽ ആശ്വസിപ്പിച്ച നയകോപിതൻ തഥാ. എന്തിനൻ താതൻ വൃഥൈവ ദുഃഖിക്കുന്നതെന്തൊരു ദണ്ഡമിതിന്നു മഹീപതേ. സത്യത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഞങ്ങൾക്കു ശക്തി പോരാകയുമില്ലിതു രണ്ടിലും. സോദരൻ നാടു ഭരിച്ചിരുന്നിടുക സാദരം ഞാൻ അരണ്യത്തിലും വാഴുവൻ. ഓർക്കിലീ രാജ്യഭാരം വഹിക്കുന്നതിൽ സൗഖ്യമേറും വനത്തിങ്കൽ വാണിടുവാൻ. ഏതുമേ ദണ്ഡമില്ലാതെ കർമ്മം മമ മാതാവെനിക്കു വിധിച്ചതു നന്നല്ലോ. മാതാവു കൗസല്യ തന്നെയും വന്ദിച്ചു മൈഥിലിയോടും പറഞ്ഞിനി വൈകാതെ. പോവതിനായി വരുന്നേനെന്നരുൾ ചെയ്തു ദേവനും മാതൃഗേഹം പൊക്കതു നേരം. ധാർമ്മികയാകിയ മാതാ സുസമ്മതം ബ്രാഹ്മണരെ കൊണ്ടു ഹോമപൂജാദികൾ പുത്രാഭ്യുദയത്തിനായി കൊണ്ടു ചെയ്യിച്ചു. വിത്തമതീവദാനങ്ങൾ ചെയ്താദരാൽ ഭക്തി കൈക്കൊണ്ടു ഭഗവത് പദാംബുജം ചിത്തത്തിൽ നന്നായുറപ്പിച്ചിളകാതെ. നന്നായി സമാധിയുറച്ചിരിക്കും നേരം ചെന്നൂരു പുത്രനെയും കണ്ടതില്ലല്ലോ. അന്തികെ ചെന്നു കൗസല്യയോടന്നേരം സന്തോഷമോടു സുമിത്ര ചൊല്ലിയിടിനാൾ. രാമനുപഗതനായതു കണ്ടീലേ ഭൂമിപാലപ്രിയെ നോക്കിയിടുകെന്നപ്പോൾ വന്ദിച്ചു നിൽക്കുന്ന രാമകുമാരനെ മന്ദേതരം മുറുകെ പുണർന്നിടിനാൾ. പിന്നെ മടിയിലിരുത്തി നെറുകയിൽ നന്നായി മുകർന്നു കുതൂഹലാൽ. ഇന്ദീവരദള ശ്യാമകളേബരം മന്ദമന്ദം തലോടി പറഞ്ഞിടിനാൾ. എന്തൻ മകനെ മുഖാംബുജം വാടുവാൻ ബന്ധമുണ്ടായതു പാരം വിശക്കയോ. വന്നിരുന്നീടു ഭുജിപ്പതിനാശു നീ എന്നു മാതാവു പറഞ്ഞോരനന്തരം. വന്ന ശോകത്തെ അടക്കി രഘുവരൻ തന്നുടെ മാതാവിനോടരുളി ചെയ്തു. ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമ്മേ, ക്ഷിപ്രമരണ്യവാസത്തിനു പോകണം. മുൽപ്പാടു കേകയ പുത്രിയാമമ്മയ്ക്ക് മൽപിതാ രണ്ടു വരം കൊടുത്തിടിനാൻ. ഒന്നു ഭരതന വാഴിക്ക എന്നതും എന്നെ വനത്തിനയക്കുന്നു മറ്റേതും. തത്ര 14 സംവത്സരം വസിച്ചത്ര വന്നിടുവൻ പിന്നെ ഞാൻ വൈകാതെ. സന്താപമേതും മനസ്സിലുണ്ടാകാതെ സന്തുഷ്ടയായി വസിച്ചിടുക മാതാവും. ശ്രീരാമവാക്യമേവം കേട്ടു കൗസല്യ പാരിൽ മോഹിച്ചു വീണീടിനാളാകുലാൽ. പിന്നെ മോഹം തീർന്നിരുന്നു
ദുഃഖാർണവം തന്നിൽ മുഴുകിക്കരഞ്ഞു കരഞ്ഞുടൻ തന്നുടെ നന്ദനൻ തന്നോടു ചൊല്ലിനാൾ, ഇന്നു നീ കാനനത്തിന്നു പോയിടുകിൽ എന്നെയും കൊണ്ടുപോകേണം മടിയാതെ. നിന്നെ പിരിഞ്ഞാൽ ക്ഷണാർത്ഥം പൊറുക്കുമോ ദണ്ഡകാരണ്യത്തിനാശു നീ പോകിൽ ഞാൻ ദണ്ഡധരാലയത്തിനു പോയിടുവൻ. പൈതലെ വേർവിട്ടുപോയ പശുവിനുള്ളാധി പറഞ്ഞറിയിച്ചിടരുതല്ലോ. നാടുവാഴേണം ഭരതനെന്നാകിൽ നീ കാടുവാഴേണമെന്നുണ്ടോ വിധിമതം. എന്തു പിഴച്ചിതു കൈകേയിയോടു നീ ചിന്തിക്ക ഭൂപനോടും കുമാരാബലാൽ. താതനും ഞാനുമൊക്കും ഗുരുത്വം കൊണ്ടു ഭേദം നിനക്കു ചെറ്റില്ലെന്നു നിർണയം. പോകണമെന്നു താതൻ നിയോഗിക്കിൽ ഞാൻ പോകരുതെന്നു ചെറുക്കുന്നതുണ്ടല്ലോ. എന്നുടെ വാക്യത്തെ ലംഘിച്ചു ഭൂപതി തന്നുടെ വാചാഗമിക്കുന്നതാകിലോ ഞാനുമെൻ പ്രാണങ്ങളെ ത്യജിച്ചിടുവൻ. മാനവവംശവും പിന്നെ മുടിഞ്ഞു പോം. തത്ര കൗസല്യാവചനങ്ങളിങ്ങനെ ചിത്തതാപേന കേട്ടോരു സൗമിത്രിയും. ശോകരോഷങ്ങൾ നിറഞ്ഞ നേത്രാഗ്നിനാ ലോകങ്ങളെല്ലാം ദഹിച്ചു പോകും വണ്ണം രാഘവൻ തന്നെ നോക്കി പറഞ്ഞിടിനാൻ, ആകുലമെങ്കിതു കാരണമുണ്ടാവാൻ. ഭ്രാന്തചിത്തം ജഡം വൃദ്ധം വധൂജിതം ശാന്തേതരം ത്രപാഹീനം ഷഠപ്രിയം. ബന്ധിച്ചു താതനെയും പിന്നെ ഞാൻ പരിപന്ധികളായുള്ളവരെയുമൊക്കവേ അന്തകൻ വീട്ടിനയച്ചഭിഷേകമൊരന്തരം കൂടാതെ സാധിച്ചു കൊള്ളുവൻ. ബന്ധമില്ലേതുമിതിന്നു ശോകിപ്പതിനന്തർമുദാവസിച്ചിടുക മാതാവേ. ആര്യപുത്രാഭിഷേകം കഴിച്ചിടുവാൻ ശൗര്യമെനിക്കതിനുണ്ടെന്നു നിർണയം. കാര്യമല്ലാത്തതോ ചെയ്യുന്നതാകിലാചാര്യനും ശാസനം ചെയ്യുന്ന ദേവരു. ഇത്തം പറഞ്ഞു ലോകത്രയം തദ്രുഷ ദഗ്ധമമ്മാറു സൗമിത്രി നിൽക്കുന്നേരം. മന്ദഹാസം ചെയ്തു മന്ദേതരം ചെന്നു നന്ദിച്ചു ഗാഠമായാലിംഗനം ചെയ്തു. സുന്ദരനിന്ദിരാ മന്ദിര വത്സനാനന്ദ സ്വരൂപനിന്ദിര വിഗ്രഹൻ. ഇന്ദീവരാക്ഷനിന്ദ്രാദിവൃന്ദാരക വൃന്ദ വന്ദ്യാഘ്രിയുഗ്മാരവിന്ദൻ. പൂർണ്ണചന്ദ്രബിംബാനനൻ ഇന്ദുചൂടപ്രിയൻ. വന്ദാരു വൃന്ദമന്ദാരദാരൂപമൻ. കൈകേയി ശ്രീരാമചന്ദ്രനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നതു കേട്ട് ശ്രീരാമനും ചൊല്ലിനാൻ, ഇന്നതിനെന്തൊരു വൈഷമ്യമായതും. വളരെ നിസ്സാരമായിട്ടാണ് ശ്രീരാമചന്ദ്രൻ ചോദിക്കുന്നത്. ഇത് പറയാനാണോ അച്ഛൻ ഇത്ര വിഷമം? ചെയ്യുക അഭിഷേകം ഭരതന്, ചെയ്തോളൂ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാനിനി വൈകാതെ പോവൻ വനത്തിന് മാതാവേ.
എന്തതെന്നോടു ചൊല്ലാഞ്ഞു പിതാവത് ചിന്തിച്ച് ദുഃഖിപ്പതിനെന്ത് കാരണം. ഇവിടെ സംഘർഷഭരിതമായിട്ടുള്ള ആ ഒരു സാഹചര്യത്തെ നിസ്സാരവൽക്കരിക്കുകയാണ് ശ്രീരാമചന്ദ്രൻ. ഇങ്ങനെയാണ് സജ്ജനങ്ങൾ പെരുമാറേണ്ടത് എന്ന് നമ്മെ കാണിച്ചു തരികയാണ്. അതിനാണ് എപ്പോഴും പറയുന്നത്, എന്തെങ്കിലും ഒരു നല്ല കാര്യം സംഭവിക്കുമ്പോഴേക്കും അതിൽ ആഹ്ലാദിച്ച് തുള്ളിച്ചാടരുത്. അത്യധികമായ ആഹ്ലാദം മനസ്സിൽ വരുത്തരുത്. കാരണം ഏത് നിമിഷവും ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് മാറി മറിയാം എന്ന് എന്ത് സംഭവിക്കുമ്പോഴും ചിന്തിക്കണം. അങ്ങനെ ശ്രീരാമചന്ദ്രൻ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കണം സജ്ജനങ്ങളായിട്ടുള്ള ആളുകൾ എന്ന് നമുക്ക് കാണിച്ചു തരികയാണ്. രാജ്യത്തെ രക്ഷിപ്പതിന് മതി അവൻ, ഭരതൻ മതി ഈ രാജ്യത്തെ രക്ഷിപ്പാൻ, രാജ്യം ഉപേക്ഷിപ്പതിന് ഞാനും മതി. ഇനി ആ പ്രശ്നത്തെ ലഘൂകരിക്കുക മാത്രമല്ല, അതിനെ വളരെ പോസിറ്റീവായിട്ടുള്ള മറ്റൊരു രീതിയിൽ കണ്ടിട്ട് ആ സംഭവത്തെ തന്നെ, ആ സംഭവം ഇപ്പോൾ ഈ പറയുന്നതൊന്നും തന്നെ യാതൊരു വിധത്തിലും ബാധിക്കുന്നില്ല എന്നുകൂടെ കാണിക്കുകയാണ് ശ്രീരാമചന്ദ്രൻ. ദണ്ഡമത്രേ രാജ്യഭാരം വഹിപ്പത്. സത്യത്തിൽ ആലോചിച്ചാൽ ഈ രാജ്യഭാരം എന്നതൊക്കെ എന്തു വലിയ ഒരു ഭാരമാണ് നമുക്ക്. എന്നാൽ ദണ്ഡകവാസത്തിന് കാനനവാസമോ എന്തു സുഖമാണ്. അതാണ് ദണ്ഡകവാസത്തിന് ഏറ്റവും എളുതല്ലോ, അത് വളരെ എളുപ്പമല്ലേ. അപ്പോൾ സ്നേഹം എന്നെക്കുറിച്ചേറും അമ്മയ്ക്കും, അപ്പൊ കൈകേയി അമ്മയ്ക്ക് എന്നെക്കുറിച്ച് സ്നേഹം കൂടുതലായതുകൊണ്ടാണ് അമ്മ ഇങ്ങനെയൊക്കെ ചിന്തിച്ചത് എന്ന് ഞാൻ വിചാരിക്കുന്നു. രാജ്യം എന്ന ആ ഒരു അമിത ഭാരം എന്റെ തലയിൽ എടുത്തു വെച്ച് തരാതെ, ഒരുപക്ഷെ എന്നേക്കാളും സ്നേഹം കുറഞ്ഞ ഭരതന് അത് കൊടുത്തിട്ട്, രാമ നീ പോയി സുഖമായിട്ട് കാനനത്തിൽ പോയി രസിച്ചു വരൂ എന്നതുപോലെയാണ് എനിക്കിത് തോന്നുന്നത് എന്ന് അത്രയും ലഘൂകരിച്ചുകൊണ്ടാണ് ശ്രീരാമചന്ദ്രൻ അതിനെ കാണുന്നത്. അപ്പോൾ കാനനത്തിൽ പോയാൽ ഈ ദേഹമാത്രം, നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. അതാണ് ഈ ദേഹമാത്രം ഭരിക്കുന്നു വിധിക്കയാൽ. ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ചെറിയമ്മക്ക് എന്നോട് അത്രയധികം സ്നേഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അച്ഛനെ അനുസരിക്കേണ്ടത് തന്റെ കടമയാണ്. അത് ഈ ഒരു വംശത്തിന്റെ, സൂര്യവംശത്തിന്റെ തന്നെ ആ ഒരു പൈതൃകം അങ്ങനെയാണ് എന്ന് പറയാൻ വേണ്ടി പറയുന്നു. ആകാശഗംഗയെ പാതാള ലോകത്ത് വേഗേന കൊണ്ടുചെന്നാക്കി ഭഗീരഥൻ. ഭഗീരഥൻ ഈ സൂര്യവംശത്തിലെ രാജാവായിരുന്നു. അദ്ദേഹം ഒരിക്കൽ പാതാള ലോകത്ത് ചെന്നപ്പോൾ അവിടെ തന്റെ പിതൃക്കൾ മോക്ഷം ലഭിക്കാതെ ഇരിക്കുന്നു എന്ന് അറിഞ്ഞ് അതിന് പരിഹാരം സ്വർഗംഗയെ പാതാളത്തിലേക്ക് എത്തിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയ ഭഗീരഥൻ പിന്നീട് നടത്തുന്ന വളരെ ആയാസകരമായ പ്രയത്നം, എന്നാൽ കുറെ ആയാസപ്പെട്ടെങ്കിലും പിന്നീട് അതിൽ വിജയിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെയധികം നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി പ്രയത്നിക്കുമ്പോൾ അതിന് ഭഗീരഥ പ്രയത്നം എന്ന് ഒരു പ്രയോഗം തന്നെ ഉണ്ട്. അപ്പോ ഈ ഭഗീരഥൻ തന്റെ പിതൃക്കൾക്കു വേണ്ടി ഇത്രയും വലിയ ഒരു ത്യാഗവും സാഹസവും കാണിച്ചുവല്ലോ. അതാണ് ഭഗീരഥൻ ആകാശഗംഗയെ പാതാള ലോകത്ത് കൊണ്ടുചെന്നാക്കിയിട്ട്, വേഗേന കൊണ്ടുചെന്നാക്കിയിട്ട് തൃപ്തി വരുത്തി പിതൃക്കൾക്ക്. ഇനി ഇതേപോലെ ഒരു രാജാവാണ് പൂരു. അപ്പൊ ഈ പൂരുവിന്റെ അച്ഛൻ യയാതി രാജാവിന് ശുക്രമഹർഷിയുടെ ഒരു ശാപം കിട്ടി. അകാലത്തിൽ വാർദ്ധക്യം സംഭവിക്കട്ടെ, ജരാനരകൾ ബാധിക്കട്ടെ എന്നതായിരുന്നു ആ ഒരു ശാപം. അപ്പോൾ യയാതിക്കാണെങ്കിൽ ലൗകിക സുഖഭോഗങ്ങൾ അനുഭവിച്ച് മതിയായിട്ടില്ല. അപ്പോൾ
ഇതിനൊരു പരിഹാരം, ഇതിനൊരു ആ ശാപത്തിനൊരു മുക്തി കിട്ടണമെങ്കിൽ അതിനൊരു ഇളവ് കൊടുത്തത് ഇങ്ങനെയാണ്: മക്കൾ ആരെങ്കിലും സ്വീകരിക്കുകയാണെങ്കിൽ ആ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടാം. അങ്ങനെ തന്റെ മക്കളോടൊക്കെ ചോദിച്ചെങ്കിലും അവസാനം പൂരു എന്ന ആ ഒരു മകൻ മാത്രമാണ് അച്ഛന്റെ ജരാനരകൾ സ്വീകരിച്ചുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ശാപത്തെ സസന്തോഷം സ്വീകരിച്ചത്. അങ്ങനെ പൂരുവും തൃപ്തനാക്കിയിടിനാൻ താതന് തന്നെ യൗവനം നൽകി ജരാനരയും തിരിച്ചു വാങ്ങി. അതാണ് ജരാനര, അച്ഛന്റെ കയ്യിൽ നിന്ന് ജരാനര വാങ്ങിയിട്ട് തന്റെ യൗവനത്തെ അച്ഛന് കൊടുത്ത ആ പൂരുവും അച്ഛനോടുള്ള തന്റെ കടമ ഭംഗിയായിട്ട് നിറവേറ്റി. അങ്ങനെ ദിവ്യന്മാരായാർ പിതൃപ്രസാദത്തിനാൽ, അച്ഛന്റെ ആ ഒരു അനുഗ്രഹം കൊണ്ട് അത്രയും ഉത്കൃഷ്ടമായ ഒരു സ്ഥാനം നേടിയല്ലോ. ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ, ഒരു മക്കളും ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ഇത്തരക്കാർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്ര നിസ്സാരമായ ഒരു കാര്യം, അതാണ് അല്പമായുള്ള ഒരു കാര്യം നിരൂപിച്ച് അതിനെക്കുറിച്ച് ചിന്തിച്ച് മൽപിതാ ദുഃഖിപ്പതിനില്ല അവകാശം. എന്തിനാണ് ഇത്രയും നിസ്സാരമായ ഒരു കാര്യം എന്നോട് പറയാൻ ഇങ്ങനെ വിഷമിക്കുന്നത്? അങ്ങനെ ആ ഒരു സന്ദർഭത്തെ ലഘൂകരിക്കാൻ ശ്രീരാമചന്ദ്രൻ പരമാവധി ശ്രമിച്ചെങ്കിലും രാഘവവാക്യം ഏവം കേട്ട് ഭൂപതി, രാജാവാകട്ടെ ശോകേന, രാജാവിന് സങ്കടം സഹിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ നന്ദനൻ തന്നോട് ചൊല്ലിനാൻ, രാമനോട് പറയുകയാണ്: രാമ, സ്ത്രീജിതനായി അതികാമുകനായൊരു, തന്നെ സ്വയം കുറ്റപ്പെടുത്തുകയാണ്. രാമ, നീ ഇത്രയൊക്കെ പറയാൻ മാത്രമുള്ള മഹത്വമൊന്നും എനിക്കില്ല. ഇപ്പോൾ ഞാനൊരു സ്ത്രീജിതനാണ്. ആ സ്ത്രീക്ക് അടിമയായിട്ട് ഒരു കാമുകൻ എന്ന ആ ഒരു രീതിയിലേക്ക് ഞാൻ തരം താഴ്ന്നു പോയിരിക്കുന്നു. ഒപ്പം രാജ അധമനാകുന്നു. ഞാൻ ഒരു രാജാവ് എന്ന പദത്തിന് പോലും ഇപ്പോൾ അർഹനല്ല. അങ്ങനെയുള്ള എന്നെ വൈകാതെ നീ ഒരു കാര്യം ചെയ്യണം. പാശേന ബന്ധിച്ച്, ഒരു കയറുകൊണ്ട് ബന്ധിച്ച് നീ സ്വയം രാജ്യം ഗ്രഹിക്ക. നീ എൻ്റെ അടുത്ത് നിന്ന് രാജ്യം പിടിച്ചു വാങ്ങൂ രാമ. അതുകൊണ്ട് ദോഷം അതിനേതുമകപ്പെട, നിനക്കൊരു ദോഷവും വരികയില്ല. ഇത് ഞാൻ തരുന്ന വാക്കാണ്. അല്ലായെങ്കിൽ, അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? സത്യദോഷം പറ്റുമല്ലോ കുമാര ഗുണാംബുധേ രാഘവ. അപ്പൊ ഇവിടെ ദശരഥ മഹാരാജാവ് രണ്ട് രീതിയിൽ സത്യദോഷം വരാനുള്ള ഒരു സാധ്യതയുണ്ട് അദ്ദേഹത്തിന്. കാരണം ശ്രീരാമചന്ദ്രൻ വനത്തിന് പോകട്ടെ എന്ന് വിധിച്ചില്ല എങ്കിൽ കൈകേയിക്ക് കൊടുത്ത സത്യത്തെ ലംഘിച്ചു എന്ന ദോഷം വരും. അതേസമയം തലേ ദിവസം ശ്രീരാമചന്ദ്രന് കൊടുത്ത ഒരു ആശ, ഒരു മോഹമുണ്ട്, യുവരാജാവാക്കി അഭിഷേകം ചെയ്യാമെന്ന്. ശ്രീരാമചന്ദ്രൻ അതിനെ ലഘൂകരിക്കുന്നുണ്ടെങ്കിൽ പോലും ദശരഥ മഹാരാജാവിനെ സംബന്ധിച്ച് അച്ഛൻ മകന് കൊടുത്ത ഒരു വാക്ക് തന്നെയാണത്. അതാണിപ്പോൾ മാറ്റിപ്പറയേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അത് ശ്രീരാമചന്ദ്രനോടും ചെയ്യുന്ന ഒരു തെറ്റായിത്തീരും. എന്നാൽ ഇവിടെ ഇത് ഇലക്കും മുള്ളിനും കേടില്ലാതെ എന്നതുപോലെ ഒരു ഉപായമാണ് ദശരഥ മഹാരാജാവ് പറയുന്നത്. രാമ, എന്നെ പിടിച്ച് ബന്ധിക്കൂ, നിനക്കൊരു ദോഷവും വരില്ല. കാരണം ഞാനിപ്പോൾ ഒരു അധമനായ രാജാവാണ്. അങ്ങനെ ഒരാളെ പിടിച്ച് കെട്ടുന്നതും കാരാഗൃഹത്തിൽ അടക്കുന്നതൊന്നും ഒരു തെറ്റല്ല. അങ്ങനെ നീ രാജ്യം ഭരിച്ചാൽ എല്ലാ രീതിയിലുമുള്ള സത്യദോഷം ഇല്ലാതായിത്തീരും. അതായത് രാജാവ് സത്യം ലംഘിക്കുന്നുമില്ല. കാരണം രാജാവിനെ പിടിച്ചു കെട്ടിയിട്ട് ബന്ധനസ്ഥനാക്കിയതുകൊണ്ട് രാജാവ് നിസ്സഹായനായതാണ് എന്ന ഒരു ഇളവ് ലഭിക്കുകയും ചെയ്യും. മാത്രമല്ല, ഇവിടെ രാമൻ രാജാവാവുകയാണെങ്കിൽ ദശരഥ മഹാരാജാവിന് രാമനോട് ചെയ്യുന്ന സത്യലംഘനത്തിനും ഒരു പരിഹാരം ഉണ്ടാകും. അപ്പൊ
അപ്പോൾ രണ്ടിനും ഒരു പരിഹാരം രാമനോട് പറയുകയാണ്, എന്നെ പിടിച്ചു കെട്ടി തുറുങ്കിലടക്കൂ, എന്നിട്ട് നീ രാജ്യം ഭരിക്കൂ രാമ എന്നാണ്. പൃഥ്വീപതീന്ദ്രൻ ദശരഥനും പുനരിത്തം പറഞ്ഞ് കരഞ്ഞു തുടങ്ങിനാൻ. എങ്ങനെയെങ്കിലും ഒന്ന് ഞാൻ ഈ പറഞ്ഞത് ഒന്ന് ചെയ്യൂ. ഹാ രാമ, ഹാ ജഗന്നാഥ, ഹാ രാമ, ഹാ രാമ, മമ പ്രാണവല്ലഭ, നിന്നെ പിരിഞ്ഞ് പൊറുക്കുന്നതെങ്ങനെ? അപ്പൊ ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. തുറുങ്കിലടച്ചായാലും രാമൻ രാജാവായാൽ രാമനെ കണ്ടുകൊണ്ടിരിക്കാമല്ലോ. അല്ലാതെ രാമൻ കാട്ടിൽ പോയാൽ ഞാൻ എങ്ങനെ കാണും നിന്നെ? അതാണ്, നിന്നെ പിരിഞ്ഞ് ഞാൻ എങ്ങനെ ജീവിക്കും രാമ? എന്നെ പിരിഞ്ഞ് നീ ഘോര മഹാവനം തന്നിൽ ഗമിക്കുന്നത് എങ്ങനെ നന്ദന? നിനക്കും എന്നെ കാണാതെ അങ്ങനെ പോകാൻ പറ്റുമോ? എന്നിത്തരം പലജാതി പറകയും കണ്ണുനീരാലോല വാർത്ത് കരകയും പിന്നെ രാമനെ കെട്ടിപ്പിടിച്ച് നന്നായി മുറുകെ തഴുകയും പിന്നെ ചുടുചുടെ ദീർഘമായി വീർക്കയും ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് അങ്ങനെ ഖിന്നനായൊരു പിതാവിനെ കണ്ടുടൻ രാമനാകട്ടെ തന്നുടെ കയ്യാൽ അവിടെ ഉണ്ടായ ഒരു കുടത്തിൽ നിന്ന് കുളിർത്ത ജലം കൊണ്ട് അച്ഛന്റെ കണ്ണും മുഖവും തുടച്ചു രഘൂത്തമൻ. എന്നിട്ട് പിന്നീട് ആശ്ലേഷം ആദ്യം കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു. ഇവിടെ വളരെ മനഃശാസ്ത്രപരമായിട്ട് രാമൻ ദശരഥ മഹാരാജാവിന്റെ ആ ഒരു മനസ്സിന്റെ വിഷമത്തെ പതുക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയാണ്. അതാണ്, ആദ്യം തന്നെ ഒന്ന് ആശ്ലേഷിച്ചു, എന്നിട്ട് നീതി വാഗ് വൈഭവാദ്യങ്ങളാൽ ആശ്വസിപ്പിച്ചാൻ. നീതിവാക്യം, അതായത് ഒരു ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ പലപ്പോഴും ഇതുപോലെയുള്ള വിഷമസന്ധികൾ വന്നേക്കാം, അതിലൊന്നും വിഷമിക്കരുത് എന്ന രീതിയിൽ രാജാവിനെ പറഞ്ഞ് മനസ്സിലാക്കിച്ചു. ഇങ്ങനെയുള്ള വാഗ്വൈഭവം അത് ഒരു കഴിവാണ്. മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ കഴിയുന്നത് ഒരു ദൈവാനുഗ്രഹമാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. അപ്പോ ആ അച്ഛനെ പലതും പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ അതാണ് ഇവിടെ പറഞ്ഞത്, നയകോവിദൻ, ആ ഒരു നീതിജ്ഞനായിട്ടുള്ള നയത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരാൾക്കുള്ള ഒരു കഴിവാണ് ഇവിടെ ശ്രീരാമചന്ദ്രൻ പ്രകടിപ്പിച്ചത്. അതാണ് നയകോവിദൻ തഥാ. അങ്ങനെ ചോദിക്കുകയാണ്, എന്തിനൻ താതൻ വൃഥൈവ ദുഃഖിക്കുന്നത്? എന്തിനാണ് ദുഃഖിക്കുന്നത്? എന്തൊരു ദണ്ഡം ഇതിന് മഹീപത, ഇതൊരു ശിക്ഷയൊന്നുമല്ല. എന്നെ സംബന്ധിച്ച് എനിക്കിതൊരു ശിക്ഷയായിട്ട് തോന്നുന്നതേയില്ല. സത്യത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഞങ്ങൾക്ക് ശക്തി പോരായികയുമില്ലിത് രണ്ടിനും. മാത്രമല്ല, ഞങ്ങൾ രണ്ടുപേരും അങ്ങക്ക് കൊടുക്കേണ്ട ആ വരം അതെങ്ങനെ ആയാലും അതിന് യാതൊരു പ്രശ്നവുമില്ലാതെ ഞങ്ങൾക്കത് പാലിക്കാൻ പറ്റും. കാരണം കാനനത്തിന് പോകാൻ എനിക്കൊരു വിഷമവുമില്ല. രാജ്യം ഭരിക്കാനാകട്ടെ ഭരതനും നല്ല മിടുക്കുണ്ട്, അല്ലാതെ വെറുതെയല്ല. ഭരതൻ ഒട്ടും മോശക്കാരനല്ല. അപ്പോ ഭരതന് മിടുക്കുണ്ട്. അതാണ് പറയുന്നത്, സത്യത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഞങ്ങൾക്ക് ശക്തി പോരായികയുമില്ല. അതായത് ഞങ്ങൾക്ക് ശക്തിയുണ്ട്. ഇത് രണ്ടും നടക്കുക തന്നെ ചെയ്യും. സോദരൻ നാടു ഭരിച്ചിരുന്നീടുക സാദരം, ഞാൻ അരണ്യത്തിലും വാഴുവൻ. എനിക്കൊരു വിഷമവുമില്ല. അതിന് വീണ്ടും പറയുകയാണ്, ഓർക്കിൽ ഈ രാജ്യഭാരം വഹിക്കുന്നതിൽ സൗഖ്യമേറും വനത്തിങ്കൽ വാണിയിടുവാൻ. എനിക്കതാണിഷ്ടം. ഇപ്പോൾ ആലോചിക്കുമ്പോൾ അതാണ് എനിക്ക് രസകരമായി തോന്നുന്നത്. ഏതുമേ ദണ്ഡമില്ലാതെ, ഒരു വിഷമവും വിചാരിക്കാതെ, കർമ്മം മമ, എനിക്ക് ഈ ഒരു കർമ്മമാണല്ലോ മാതാവ് എനിക്ക് വിധിച്ചത്, നന്നല്ലോ, അത് നന്നായി എന്ന് എനിക്ക് തോന്നുന്നു. ഇനി ചെറിയ തടസ്സങ്ങളേ ഉള്ളൂ. എൻ്റെ അമ്മ സീതാദേവി ഇവരോടൊക്കെ ഒന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് അവരിൽ നിന്ന് അനുവാദം വാങ്ങിക്കണം. മാതാവ് കൗസല്യ തന്നെയും വന്ദിച്ച് മൈഥിലിയോടും പറഞ്ഞിനി വൈകാതെ പോവതിനായി വരുന്നേനെന്നരുൾ ചെയ്ത് ദേവനും മാതൃഗേഹം പൊക്കതു നേരം. അപ്പോ
ഇങ്ങനെയൊക്കെ അച്ഛനോട് പറഞ്ഞിട്ട് അമ്മയുടെ കൗസല്യയുടെ ആ ഗൃഹത്തിലേക്ക് വന്നു. ധാർമ്മികയാകിയ മാതാ സുസമ്മതം ബ്രാഹ്മണരെ കൊണ്ട് ഹോമ പൂജാദികൾ പുത്രാഭ്യുദയത്തിനായി കൊണ്ട് ചെയ്യിച്ചു. അപ്പൊ ഇവിടെ രാജാഭിഷേകത്തിനായിട്ടുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയത് മുതൽ ഇവിടെ കൗസല്യാദേവി പ്രാർത്ഥനയിലും പൂജയിലുമാണ്. അതാണ് അവിടെ ബ്രാഹ്മണരെ വരുത്തിച്ചിട്ട് തന്നെയാണ് മകനു വേണ്ടി എല്ലാ അഭ്യുദയവും വരുത്താൻ പൂജ ചെയ്യിക്കുന്നത്. എന്നിട്ട് വിത്തം ധനമൊക്കെ അതീവ ദാനങ്ങൾ ചെയ്താദരാൽ ഭക്തി കൈക്കൊണ്ട്, അങ്ങനെ അവരൊക്കെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞു പോയതിനു ശേഷം ഭക്തി കൈക്കൊണ്ട് ഭഗവൽ പദാംബുജം ചിത്തത്തിൽ നന്നായി ഉറപ്പിച്ചിളകാതെ നന്നായി സമാധി ഉറച്ചിരിക്കും നേരം, അങ്ങനെ ആ പൂജ കഴിഞ്ഞതിന്റെ ആ ഒരു തൃപ്തിയോടുകൂടെ ഭഗവാനിൽ തന്നെ മനസ്സുറപ്പിച്ച് ഒരു സമാധി പോലെ അങ്ങനെ ഇരിക്കുകയാണ് കൗസല്യാദേവി. അതുകൊണ്ട് കണ്ണടച്ചിരുന്നത് കൊണ്ട് ചെന്നോരു പുത്രനെയും കണ്ടതില്ലല്ലോ. അപ്പോൾ ഇവിടെ സുമിത്ര അടുത്ത് തന്നെയുണ്ട്. അന്തികെ ചെന്ന് കൗസല്യയോട് അന്നേരം സന്തോഷമോട് സുമിത്ര ചൊല്ലിയിടിനാൾ, രാമൻ ഉപഗതനായത് കണ്ടില്ലേ ദേവി, എഴുന്നേൽക്കൂ, ദാ മകൻ രാമൻ വന്നിരിക്കുന്നു. ഭൂമിപാലപ്രിയേ, ഈ ഭൂമി പാലിക്കുന്ന രാജാവിന്റെ പ്രിയതമേ, നോക്കിയിടുകെന്നപ്പോൾ വന്ദിച്ചു നിൽക്കുന്ന രാമകുമാരനെ മന്ദേതരം മുറുകപ്പുണർന്നിടിനാൾ. മകനെ കണ്ടതും ഓടിച്ചെന്ന് ആശ്ലേഷം ചെയ്തു. പിന്നെ മടിയിലിരുത്തി. അത്രയും വലിയ മകനാണ്, പക്ഷെ ആ അമ്മയ്ക്ക് ഇപ്പോഴും രാമൻ കുഞ്ഞാണ്. അതാണ് വേഗം മടിയിലിരുത്തി നെറുകയിൽ നന്നായി മുകർന്ന് കുതൂഹലാൽ ഇന്ദീവരദള ശ്യാമ കളേവരം, ഇന്ദീവരം നീലത്താമരയുടെ അതിന്റെ ദളത്തിന് തുല്യമായ ശ്യാമള വർണ്ണം, മനോഹരമായ ആ സുന്ദരമായ മേനി മന്ദമന്ദം തലോടി പറഞ്ഞിടിനാൾ. അപ്പോൾ ശ്രീരാമചന്ദ്രൻ എല്ലാരെയും സമാധാനിപ്പിച്ച്, അച്ഛനെയൊക്കെ സമാധാനിപ്പിച്ചെങ്കിലും ഉള്ളിൽ ചെറിയൊരു വിഷമം ഉണ്ട് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതാണ് എന്തൻ മകനെ മുഖാംബുജം വാടുവാൻ, ഒരു രാജാവാകാൻ പോകുന്ന ഒരാളുടെ ആ ഒരു ഉത്സാഹമല്ല ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഒരു പക്ഷേ സ്വയം വേദന ഇല്ലെങ്കിലും താൻ കാരണം, താൻ ഇങ്ങനെ വനവാസത്തിന് പോകുന്നത് കൊണ്ട് അമ്മയും സീതയും ഒക്കെ വിഷമിക്കുമല്ലോ, അച്ഛനും തീർച്ചയായും. അപ്പോൾ ഇവരൊക്കെ വിഷമിക്കുമല്ലോ എന്ന വേദനയും കൂടെ ആയിരിക്കാം. അപ്പോ മുഖാംബുജം വാടുവാൻ, ആ താമര പോലെയുള്ള മുഖം എന്തു പറ്റി? ബന്ധമുണ്ടായത് പാരം വിശക്കയോ, വാടുവാൻ ബന്ധമുണ്ടായത്, വാടുവാൻ കാരണമായത്, കാരണം വിശക്കുന്നുണ്ടോ? വന്നിരുന്നീട് ഭുജിപ്പതിന്നാശു നീ, വരൂ ഞാൻ ഭക്ഷണം വിളമ്പിത്തരാം എന്ന് മാതാവ് പറഞ്ഞോരനന്തരം വന്ന ശോകത്തെ അടക്കി. കാരണം ഒന്നും അറിയാതെ അത്രയും നിഷ്കളങ്കമായി ഇങ്ങനെ പെരുമാറുന്ന അമ്മയോട് താൻ ഇനി എങ്ങനെ പറയും ഞാൻ വനത്തിന് പോവുകയാണെന്ന്. അതാണ് വന്ന ശോകത്തെ അടക്കി രഘുവരൻ തന്നുടെ മാതാവിനോട് അരുളി ചെയ്തു, ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമ്മേ, എനിക്ക് സമയമില്ല. ക്ഷിപ്രം, വളരെ പെട്ടെന്ന് തന്നെ അരണ്യവാസത്തിന് പോകണം, കാനനവാസത്തിന് പോകണം. ഒപ്പം തന്നെ കാര്യം പറയുകയാണ്, മുൽപ്പാട് പണ്ട് കേകയപുത്രിയാം അമ്മയ്ക്ക് കൈകേയി മാതാവിന് മൽപിത എന്റെ അച്ഛൻ 2 വരം കൊടുത്തിടിനാൻ. ഒന്ന് ഭരതനെ വാഴിക്കയെന്നതും എന്നെ വനത്തിനയക്കെന്ന് മറ്റേതും. മാത്രമല്ല തത്ര, അവിടെ ആ കാട്ടിൽ 14 സംവത്സരം വസിച്ചത്ര വന്നിടുവൻ പിന്നെ ഞാൻ വൈകാതെ. അപ്പോൾ എല്ലാം വളരെ പെട്ടെന്ന്, ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ, എന്നാൽ ഇത് ഇത്ര നിസ്സാരം, ഇത്രയേ ഉള്ളൂ, ഞാനൊരു 14 വർഷം ഒന്ന് കാട്ടിൽ പോയിട്ട് ഇതാന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങോട്ട് വരാം എന്ന രീതിയിൽ അങ്ങോട്ട് അവതരിപ്പിക്കുകയാണ്
ഞാൻ പോയി പെട്ടെന്ന് തിരിച്ചു വരാം എന്ന് പറയുന്ന ലാഘവത്തോടു കൂടിയാണ് പറയുന്നത്. അമ്മ അതുവരെ സന്തുഷ്ടയായി വസിച്ചിടുക, മാതാവും സന്തുഷ്ടയായി വസിച്ചിടുക, എന്നെക്കുറിച്ച് ദുഃഖിക്കുകയേ ചെയ്യരുത്. ഇത് കേട്ടതും ശ്രീരാമവാക്യമേവം കേട്ട് കൗസല്യ പാരിൽ മോഹിച്ചു വീണീടിനാൾ ആകുലാൽ. അത് കഴിഞ്ഞ് പതുക്കെ ആ ഒരു മോഹാലസ്യമൊക്കെ മാറിയപ്പോൾ പിന്നെ മോഹം തീർന്നിരുന്ന് ദുഃഖാർണവൻ തന്നിൽ, അതൊരു കടലായിരുന്നു, ദുഃഖത്തിന്റെ കടലിൽ അങ്ങോട്ട് വീണതുപോലെ മുഴുകി കരഞ്ഞുടൻ തന്നുട നന്ദനൻ തന്നോട് ചൊല്ലിനാൻ. രാമനോട് പറയുകയാണ്, ഇന്ന് നീ കാനനത്തിന് പോയിടുകിൽ എന്നെയും കൊണ്ടുപോകേണം മടിയാതെ. നിന്നെ പിരിഞ്ഞാൽ ക്ഷണാർദ്ധം പൊറുക്കുമോ? ഒരു അര നിമിഷം പോലും എനിക്ക് നിന്നെ പിരിഞ്ഞ് ജീവിക്കാൻ പറ്റില്ല കുഞ്ഞേ. അപ്പോഴാണോ നീ ഇത്ര നിസ്സാരമായിട്ട് 14 വർഷം എന്നൊക്കെ പറയുന്നത്? ദണ്ഡകാരണ്യത്തിനാശു നീ പോകിൽ ഞാൻ ദണ്ഡധരാലയത്തിന് പോയിടുവൻ. അപ്പൊ നീ ഇപ്പോൾ ഇത്ര നിസ്സാരമായി പറയുന്നു ഞാനിതാ കാട്ടിൽ പോകുന്നു. നീ അത് ഉറപ്പിച്ചെങ്കിൽ ഓർത്തോളൂ, ഞാൻ ദണ്ഡധരാലയം, യമപുരിക്ക് ഞാനും പോകും. ഞാൻ സ്വയം ജീവത്യാഗം ചെയ്യുമെന്നർത്ഥം. പൈതല് വേർവിട്ടുപോയ പശുവിനുള്ളാധി പറഞ്ഞറിയിച്ചിടരുതല്ലോ. ഒരു അമ്മ പശുവിന് തന്റെ പശുക്കുട്ടി കാണാതെ പോയാൽ, പശുക്കുട്ടിയെ പെട്ടെന്ന് കൂട്ടത്തിൽ നിന്ന് മാറിപ്പോയാൽ ഉണ്ടാവുന്ന ആധി പറഞ്ഞറിയിക്കണോ? അപ്പോൾ പിന്നെ നമ്മളെ പോലുള്ള മനുഷ്യരുടെ കാര്യം പറയാനുണ്ടോ? ഇനി ഒരു ന്യായം ചോദിക്കുകയാണ്. നാടുവാഴേണം ഭരതൻ എന്നാകിൽ നീ കാടുവാഴേണം എന്നുണ്ടോ വിധിമതം? അങ്ങനെ അതെന്ത് നിയമമാണ്? എന്ത് പിഴച്ചിത് കൈകേയിയോടു നീ? ചിന്തിക്ക ഭൂപനോടും കുമാര. ആ കൈകേയിയോടും രാജാവിനോടൊക്കെ നീ എന്ത് തെറ്റാണ് ചെയ്തത്? ഇതൊരു ശിക്ഷയല്ലേ ശരിക്കും പറഞ്ഞാൽ? അപ്പൊ അങ്ങനെ ശിക്ഷിക്കാൻ മാത്രം കുമാര ബലാൽ നീ എന്തെങ്കിലും അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെടാത്തത് ചെയ്തു പോ. ഇനി മറ്റൊരു ന്യായീകരണം പറയുകയാണ്. താതനും ഞാനും ഒക്കും ഗുരുത്വം കൊണ്ട്, അതായത് മഹത്വം കൊണ്ട് അച്ഛനും അമ്മയും തുല്യരാണ്. ഭേദം നിനക്ക് ചെറ്റില്ലെന്ന് നിർണയം. അതുകൊണ്ട് നിനക്ക് ഇവർ തമ്മിൽ ഒരു ഭേദം നിർണയിക്കാൻ പറ്റില്ല. അപ്പോൾ പോകണമെന്ന് താതൻ നിയോഗിക്കിൽ. ഇപ്പോൾ അച്ഛൻ പറഞ്ഞിട്ടാണ് നീ പോകുന്നതെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ പറയുന്നു പോകരുതെന്ന് ചെറുക്കുന്നതുണ്ടല്ലോ. ഞാൻ പോകരുതെന്ന് പറയുന്നു, എനിക്കുമുണ്ട് നിന്റെ കാര്യത്തിൽ തീരുമാനിക്കാൻ അവകാശമുണ്ട്. അതുകൊണ്ട് അച്ഛൻ പോകണമെന്ന് പറഞ്ഞാലും ഞാൻ പറയുന്നു പോകണ്ട എന്ന്. അപ്പോൾ നിനക്കതും കേൾക്കാമല്ലോ. ഇനി എന്നുടെ വാക്യത്തെ ലംഘിച്ച് ഭൂപതി തന്നുടെ വാച, അച്ഛനായ രാജാവായ അച്ഛന്റെ വാക്ക് കേട്ടിട്ട് നീ ഗമിക്കുന്നതാകിലോ, നീ പോവുകയാണെങ്കിൽ ഞാനുമൻ പ്രാണങ്ങളെ ത്യജിച്ചിടുവൻ. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാം. ഇത് എത്രയോ കാലം മുമ്പുള്ള കഥയാണ്. പക്ഷെ അന്നും ഇന്നും എന്നും മറ്റുള്ളവരെ വിഷമസന്ധിയിലാക്കാൻ അല്ലെങ്കിൽ കാര്യങ്ങൾ നേടിയെടുക്കാൻ എന്തിനു വേണ്ടിയായാലും ഞാൻ മരിച്ചു കളയും എന്ന് പറയുന്നത് ഒരു പുതുമയെ അല്ല എന്നാണ് രാമായണം നമ്മെ പഠിപ്പിച്ചു തരുന്നത്. ഇവിടെ കൈകേയി രാജാവിനോട് ആ സത്യം വാങ്ങിച്ചെടുത്തതും അങ്ങനെയാണ്. ഇവിടെ കൗസല്യ പറയുന്നു രാമനോട്, ഞാൻ എൻ്റെ പ്രാണനെ ത്യജിച്ചു കളയും. അപ്പോ മനുഷ്യരുടെ ആ ചിന്താഗതിക്കൊന്നും ഒരു കാലത്തും വ്യത്യാസം വന്നിട്ടില്ല എന്നുകൂടെയാണ് നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത്. ഇനി മാത്രമല്ല, ഒരു വലിയൊരു ദുരന്തം വരാം എന്നുപോലും പറയുകയാണ്. മാനവ വംശവും പിന്നെ മുടിഞ്ഞു പോകും. കാരണം ഇവിടെ ഒരു തെറ്റും ചെയ്യാത്ത രാമനെ പറഞ്ഞയക്കുന്നതിന്റെ പേരിൽ ഒരു തെറ്റും ചെയ്യാത്ത കൗസല്യ മരിച്ചു പോവുകയാണെങ്കിൽ അതൊരു ശാപമായി തീരും. ആ അയോധ്യയ്ക്ക് തന്നെ ഒരു ശാപമായി തീരും. അതാണ് പിന്നീട് അയോധ്യക്കൊരു ഉണർവ്, ഒരു തേജസ് പിന്നെ ഉണ്ടാവുകയില്ല എന്ന ഒരു വലിയ ശാപമാണ് ഇവിടെ കൗസല്യ പറഞ്ഞു വെക്കുന്നത്. തത്ര കൗസല്യ വചനങ്ങളിങ്ങനെ
ചിത്തതാപേന കേട്ടോരു സൗമിത്രിയും. ഇതൊക്കെ കേട്ട് ലക്ഷ്മണൻ അവിടെ നിൽപ്പുണ്ട്. അങ്ങനെ സൗമിത്രിക്ക്, ലക്ഷ്മണനാണെങ്കിൽ അങ്ങോട്ട് ചോര തിളക്കുകയാണ്. ശോകരോഷങ്ങൾ നിറഞ്ഞ നേത്രാഗ്നിന, ആ കണ്ണൊക്കെ അങ്ങോട്ട് ചുവന്ന് രോഷാഗ്നി പൂണ്ടിട്ട് ലോകങ്ങളെല്ലാം ദഹിച്ചു പോകും വണ്ണം രാഘവൻ തന്നെ നോക്കി പറഞ്ഞിടിനാൻ. ഇവിടെ ലക്ഷ്മണൻ ന്യായാന്യായങ്ങളെക്കാളും ആ ഒരു ധർമ്മത്തിനോ അതിനൊന്നുമല്ല, അതിന് ധർമ്മത്തിന് പ്രാധാന്യം കൊടുക്കണ്ട എന്നല്ല, പക്ഷേ ചില കാര്യങ്ങൾ അത് അച്ഛനായാൽ പോലും തെറ്റ് ചെയ്താൽ തെറ്റ് തന്നെയാണ്. അതിനിങ്ങനെ ഈ രാമചന്ദ്രനെ പോലെ അതിനിങ്ങനെ ഓരോ ന്യായീകരണങ്ങൾ പറയേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നയാളാണ് ലക്ഷ്മണൻ. അപ്പൊ ലക്ഷ്മണൻ രജോഗുണ പ്രകൃതനാണ്, ശ്രീരാമചന്ദ്രനാകട്ടെ സാത്വിക പ്രകൃതിയാണ്. അപ്പൊ അതാണ് ആ ലക്ഷ്മണന്റെ സ്വഭാവത്തിന്റെ ഒരു വ്യത്യാസം. അങ്ങനെ ദഹിച്ചു പോകും വണ്ണം പറയുകയാണ്, അല്ല നിങ്ങളൊക്കെ ഇങ്ങനെ വിഷമിക്കുന്ന എന്തിനാണ്? അതാണ് ആകുലമെന്തിതു കാരണമുണ്ടാവാൻ. ഇവിടെ എന്താ, ആരെങ്കിലും വനത്തിന് പോകുന്നുണ്ടോ? അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ആ ഭ്രാന്ത ചിത്തം ജഡം വൃദ്ധം, ആ ഭ്രാന്ത് പിടിച്ച മനസ്സുള്ള ജഡനെ പോലെ പെരുമാറുന്ന വൃദ്ധനായിട്ടുള്ള, ഇപ്പോഴും ഒരു യുവാവിനെ പോലെ തന്റെ ഭാര്യക്കടിമയായ, ശാന്തേതരം ഒട്ടും ശാന്തനല്ലാത്ത, ത്രപാഹീനം ലജ്ജയില്ലാത്ത, ശഠപ്രിയം വെറുതെ വാശി പിടിക്കുന്ന ആ താതനെയും ആ അച്ഛനെ ബന്ധിച്ച് ഞാൻ ബന്ധിക്കാൻ പോവുകയാണ്. നിങ്ങളെപ്പോലെ ഇങ്ങനെ കരഞ്ഞു പിഴിഞ്ഞിരിക്കാനൊന്നും എനിക്ക് പറ്റില്ല. പിന്നെ ഞാൻ അച്ഛനെ മാത്രമല്ല, ആ അച്ഛനെ, അപ്പൊ ഇവിടെ ഭരതനെ പോലും ഒരു ശത്രുവിനെ പോലെ കാണുകയാണ് ലക്ഷ്മണൻ. അതാണ്, പിന്നെ ഞാൻ പരിപന്ധികളായുള്ളവരെയും ഒക്കവേ, ഒരുപക്ഷെ ഭരതനൊക്കെ ഇതറിഞ്ഞ് എന്നോട് യുദ്ധത്തിന് വന്നാൽ അവരെയും ഒക്കവേ അന്തകൻ വീട്ടിനയച്ച് അവരെയൊക്കെ ഞാൻ കൊല്ലും, എനിക്കൊരു മടിയുമില്ല. എന്നിട്ട് അഭിഷേകം ഒരന്തരം കൂടാതെ സാധിച്ചു കൊള്ളുവൻ. നോക്കിക്കോ, ഞാനിത് സാധിച്ചു തരും. ബന്ധമില്ലേതും ഇതിന് ഒരു സംശയവും വേണ്ട. ശോകിപ്പതിന്, അമ്മേ കരയണ്ട, കൗസല്യയോട് പറയാണ്, അമ്മ കരയണ്ട, അന്തർമുദ സന്തോഷത്തോടെ ഇരുന്നോളൂ. നാളെ നടക്കാൻ പോകുന്നത് വനവാസമല്ല, നാളെ നടക്കാൻ പോകുന്നത് അഭിഷേകം തന്നെയാണ്. അതുകൊണ്ട് അത് ആലോചിച്ചു വസിച്ചിടുക മാതാവേ. ആര്യപുത്ര അഭിഷേകം, ശ്രേഷ്ഠനായ എന്റെ ജ്യേഷ്ഠൻ അഭിഷേകം കഴിച്ചിടുവാൻ ശൗര്യം എനിക്കതിനുണ്ടെന്ന് നിർണയം. എനിക്കതിനുള്ള ശൗര്യമുണ്ട്. ജ്യേഷ്ഠൻ പറയുന്നത് പോലും ഞാൻ ഇനി കേൾക്കാൻ പോകുന്നില്ല. മാത്രമല്ല അതിന് ന്യായം പറയുകയാണ്, കാര്യമല്ലാത്തത് ചെയ്യുന്നതാകിൽ ആചാര്യനും ധർമ്മത്തിന് വിരുദ്ധമായിട്ട് ഇനി ഗുരുവാണെങ്കിൽ പോലും പ്രവർത്തിച്ചാൽ ശാസനം ചെയ്യുന്നതേ വരൂ, ദണ്ഡനം കൊടുക്കണം, അതിന് യാതൊരു സംശയവും വേണ്ട. യുദ്ധം പറഞ്ഞ് ലോകത്രയം തദ്രുഷ രുഷ, തന്റെ ആ കോപത്താൽ ഈ 3 ലോകവും ദഗ്ധം അങ്ങ് ദഹിപ്പിച്ചു കളയുമോ, ദഗ്ധം അമ്മാറും എന്നതുപോലെ സൗമിത്രി നിൽക്കും നേരം മന്ദഹാസം ചെയ്ത്, ഇങ്ങനെയൊക്കെ ലക്ഷ്മണൻ അങ്ങനെ നിൽക്കുമ്പോൾ ആ ലക്ഷ്മണന്റെ ആ ഒരു രോഷത്തെ അടക്കാൻ ഇവിടെയും വളരെ ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു പെരുമാറ്റമാണ് ശ്രീരാമചന്ദ്രൻ എടുക്കാൻ പോകുന്നത്. ഇത്രയും രോഷത്തോടെ ലക്ഷ്മണൻ പറഞ്ഞത് കേട്ടിട്ട് ശ്രീരാമചന്ദ്രൻ ആദ്യം തന്നെ ചെറുപുഞ്ചിരിയോടുകൂടി മന്ദേതരം ചെന്ന് വേഗം ചെന്നിട്ട് നന്ദിച്ച് അങ്ങനെ ആനന്ദിച്ച് അങ്ങനെ ഗാഠമായ ആലിംഗനം ചെയ്തു. വേഗം അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ്. ഇതൊക്കെ ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു സമീപനമാണ്. അപ്പോ ആളോട് വർത്തമാനം പറഞ്ഞ് അങ്ങോട്ട് ആദ്യം തന്നെ വർത്തമാനത്തിലൂടെ ഉപദേശിക്കാതെ കെട്ടിപ്പിടിച്ച് ആ ഒരു രോഷത്തെ അങ്ങോട്ട് അടക്കുകയാണ് ശ്രീരാമചന്ദ്രൻ ചെയ്യുന്നത്. ഇനി ശ്രീരാമചന്ദ്രനെ ഒന്ന് വർണ്ണിക്കുകയാണ്. സുന്ദരൻ, ഇന്ദിരാമന്ദിര വത്സൻ. ഇന്ദിര ലക്ഷ്മീദേവി, ലക്ഷ്മീദേവിയുടെ മന്ദിരം വാസസ്ഥാനമായിട്ടുള്ളത് ഭഗവാന്റെ വക്ഷസ്ഥലമാണ്. അങ്ങനെയുള്ള ആ വക്ഷസ്സോടു കൂടിയവൻ, ആനന്ദസ്വരൂപൻ,
ഇന്ദിന്ദിര വിഗ്രഹം. ഇന്ദിന്ദിരം എന്ന് വെച്ചാൽ വണ്ട്. ഇപ്പൊ ഭഗവാന്റെ നിറം പലപ്പോഴും പറയുന്നത് കരിനീല നിറമാണ്, കാർമേഘവർണ്ണനാണ്. അപ്പോൾ ആ കരിവണ്ടിന്റെ വിഗ്രഹം എന്ന് വെച്ചാൽ ആ രൂപം, ആ കരിവണ്ടിന്റെ രൂപമുള്ളവൻ. ഇത് ആ ഒരു ഇന്ദിന്ദിര എന്ന വാക്കൊക്കെ ഇവിടെ ആ ഇന്ദ എന്ന ഒരു അക്ഷരത്തിന് വേണ്ടിയായിരിക്കാം എഴുത്തച്ഛൻ പ്രയോഗിച്ചത്. ഇന്ദീവരാക്ഷൻ, ഇന്ദീവരം നീലത്താമര, അതിൻ്റെ ആ ഒരു അക്ഷം, കണ്ണുകളോടുകൂടിയ സുന്ദരമായിട്ടുള്ള നീലത്താമര പോലെയുള്ള കണ്ണുകൾ. ഇന്ദ്രാദി വൃന്ദാരകം, ഇന്ദ്രൻ അതുപോലെ വൃന്ദാരകം ദേവന്മാർ, അവരൊക്കെ കൂടിയിട്ടുള്ള ആ ഗായക വൃന്ദങ്ങൾ, അവിടുത്തെ ഗന്ധർവ അപ്സര കിന്നരാദികളൊക്കെ വന്ധ്യ അംഘ്രിയുഗ്മം, അവരൊക്കെ എന്നും വന്ദിക്കുന്ന അംഘ്രി പാദയുഗ്മം, കാലുകൾ, 2 കാലുകൾ. അതെങ്ങനെ ഇരിക്കുന്നു? അരവിന്ദൻ, യുഗ്മ അരവിന്ദൻ, പാദാരവിന്ദം. പൂർണ്ണചന്ദ്രബിംബ ആനനൻ, പൂർണ്ണചന്ദ്രൻ ഉദിച്ചതുപോലെയുള്ള ആ മനോഹരമായ മുഖത്തോടുകൂടിയ ഇന്ദുചൂടപ്രിയൻ, ഇന്ദുചൂടൻ ശിവൻ, ശിവന് പ്രിയപ്പെട്ട വന്ദാരു വൃന്ദ മന്ദാരദാരു ഉപമൻ. വന്ദാരദാരു, തന്നെ വന്ദിക്കുന്നവർക്ക് എന്ത് ആഗ്രഹവും സാധിപ്പിച്ചു കൊടുക്കുന്ന മന്ദാരദാരു, പാരിജാത വൃക്ഷം, അതിന് ഉപമൻ, തുല്യനായിട്ടുള്ളവനായ ആ ശ്രീരാമചന്ദ്രൻ മന്ദഹാസം ചെയ്ത് മന്ദേതരം ചെന്ന് നന്ദിച്ചു ഗാഠമായി ആലിംഗനം ചെയ്തു. ഇങ്ങനെയാണ് അത് അന്വയിച്ച് അവിടേക്ക് കൊണ്ടുവരേണ്ടത്. അപ്പോൾ വളരെ സന്തോഷപൂർവം ആ ലക്ഷ്മണനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചിട്ട് ആശ്വസിപ്പിക്കുകയാണ് ഇനി അങ്ങോട്ട് ഭഗവാൻ ചെയ്യുന്നത്. ഓം ശ്രീരാമചന്ദ്രായ നമഃ.